ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭൂതേർമഹദ്ഭിർയ ഇമാ പുരോ വിഭു നർമായ ശേദേ യദമോഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം ഗൃഷീഷ്ട ഭഗവാൻ വശാംസി മേ. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഈ സത്രവേദിയിലും ഏകാദശ സ്കന്ധം മുക്തി എന്ന ലക്ഷണത്തോടുകൂടി പറയപ്പെട്ട ഏകാദശ സ്കന്ധമാണ് ഇപ്പം വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുക്തി എന്താണ്, മുക്തിയുടെ സ്വരൂപം എന്താണ്, എങ്ങനെ മുക്തിയുടെ തലത്തിലേക്ക് ഉയരാം അല്ലെങ്കിൽ മുക്തിയെ പ്രാപിക്കാം എന്ന വിഷയങ്ങളെയൊക്കെ ഈ സന്ദർഭത്തിൽ ഭഗവതുദ്ധവ സംവാദത്തിലൂടെ നമ്മൾ കേട്ടുവരികയാണ്. എങ്ങനെ മുക്തിയെ പ്രാപിക്കാം, എങ്ങനെ മുക്തി സിദ്ധിക്കാം എന്നൊക്കെ വ്യാവഹാരിക തലത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആത്യന്തികമായി മുക്തി, മോക്ഷം എന്ന് പറയുന്നത് കിട്ടേണ്ട ഒന്നല്ല, സാധ്യം അല്ല, സിദ്ധം തന്നെയാണ്. മുന്നേ ഇവിടെ പറയപ്പെട്ടു. അത് നമ്മൾ നേടേണ്ടുന്ന, പ്രാപിക്കേണ്ടുന്ന, സിദ്ധിക്കേണ്ടുന്ന, സാധിക്കേണ്ടുന്ന ഒന്നല്ല മോക്ഷം എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ സ്വരൂപം തന്നെയാണ്. നമ്മൾ മുക്തര് തന്നെയാണ്. അഖണ്ഡമായ, മുക്തമായ, ശുദ്ധമായ ആത്മബോധമാണ് നമ്മളിൽ ഓരോരുത്തരിലും പ്രാണനായി, ജീവനായി സ്പന്ദിക്കുന്നത്. എന്നാൽ ഇന്ന് അജ്ഞാന നിമിത്തം അത് മറന്നിരിക്കുന്നു. ആ സ്വരൂപ വിസ്മൃതിയുടെ തലത്തിൽ ഈ ശരീരത്തെ ഞാനായി ധരിക്കുന്നു, തെറ്റിദ്ധരിക്കുന്നു. ശരീരബോധം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി പ്രപഞ്ചഭ്രമവും ഉണ്ടാവുന്നു. എന്തേ വേണ്ടു? മോക്ഷം കിട്ടേണ്ടതില്ല. ഇന്ന് മറന്നിരിക്കുന്ന സ്വരൂപജ്ഞാനം അത് ഓർമ്മ വരണം, അനുഭവത്തിൽ വരണം. മറക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധ വേർപെടുക എന്നാണ് അർത്ഥം. ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ അത് വിസ്മരിക്കപ്പെടുന്നു. ആ വിഷയത്തിലേക്ക് ശ്രദ്ധ പതിഞ്ഞു കഴിഞ്ഞാൽ, തിരികെ വന്നു കഴിഞ്ഞാൽ അത് അനുഭവത്തിലേക്ക് വരുന്നു. അപ്പൊ ഇവിടെ എന്തേ വേണ്ടു? ഇന്ന് സ്വരൂപത്തിൽ നിന്നും ശ്രദ്ധ അജ്ഞാനം വഴി പുറമെയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ, മനസ്സ് വഴി പുറമെ പെട്ടുകിടക്കുന്ന ശ്രദ്ധ അവിടെ നിന്നും, പ്രപഞ്ചത്തിൽ നിന്നും വേർപെടുകയും തന്നിൽ ഉറയ്ക്കുകയും വേണമെന്നർത്ഥം. അതിനെന്തു വേണം? അതിന് പ്രപഞ്ചത്തിന്റെ സത്യം എന്താണെന്ന് ബോധ്യാവണം. പിന്നെ ഈ സ്വരൂപജ്ഞാനത്തെ നിരന്തരം ഉപാസിക്കുകയും വേണം. ലൗകികമായിട്ട് പറയുകയാണെങ്കിൽ മറന്നുപോയ ഒന്ന് അതിനെപ്പറ്റിയുള്ള നിരന്തരമായ സ്മരണം വഴി അല്ലെങ്കിൽ നിരന്തരമായ ശ്രവണം വഴി, അത് സംബന്ധമായ സാഹചര്യങ്ങളുമായ നിരന്തര സമ്പർക്കം വഴി ഓർമ്മയിൽ വരുന്നത് പോലെ ഈ ആത്മജ്ഞാനത്തെ നിരന്തരം ഉപാസിക്കുക വഴി, ആയത് നിരന്തരം ശ്രവിക്കുക വഴി, അത് സംബന്ധമായ സാഹചര്യത്തിൽ നിരന്തരം മനസ്സിനെ, ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ നിലനിർത്തുക വഴി ശ്രദ്ധ ആ ജ്ഞാനത്തിൽ പതിയുകയും അത് അനുഭവത്തിൽ വരികയും ചെയ്യുന്നർത്ഥം. അപ്പൊ ഈ ഉപദേശങ്ങളുടെയൊക്കെ സ്ഥാനം എവിടെയാ? നമ്മുടെ ശ്രദ്ധയെ ഈ അസത്തിൽ നിന്ന് വേർപെടുത്തി സത്തിലേക്ക് അഭിമുഖമാക്കുക എന്നതിലാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേർപെടുത്തി ഈശ്വരനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ അഭിമുഖമാക്കുക എന്നുള്ളതാണ് ഉപദേശങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്നർത്ഥം. ആചാര്യന്മാരൊക്കെ അതേ ചെയ്യുന്നുള്ളൂ.
ആ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് അഭിമുഖമാക്കാൻ വേണ്ടി അവരാ സത്യത്തെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം വേദോ നിത്യമധീയതാം, നിത്യം ആ സത്യത്തെ ഉപാസിക്കുക വഴി, നിരന്തരം ആയതിനെ ശ്രവിക്കുക വഴി അത് അനുഭവതലത്തിലേക്ക് വന്നുകൊള്ളും എന്നർത്ഥം. അപ്പൊ ഇവിടെ ഏകാദശ സ്കന്ധത്തിൽ ഭിക്ഷുഗീത കേട്ടുകഴിഞ്ഞു. നമ്മുടെ വിഷയം ജ്ഞാനയോഗം. ജ്ഞാനയോഗം മുന്നേ പറയപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ ഈ ഉപദേശത്തിന്റെ ഒരു ഉപസംഹാര ഘട്ടമായി ഇപ്പം. തീർത്തും ഒരു ഉപദേശം ആരംഭം, ഉപദേശം അവസാനം രണ്ടിനെയും വിചാരം ചെയ്താൽ ആ ഉപദേശത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇവിടെ ഇതുവരെ പറഞ്ഞതിന്റെ പരമമായ താല്പര്യത്തെ 28, 29 അധ്യായങ്ങളിൽ സംഗ്രഹിച്ചു പറയുകയാണ്. അതിൽ 28-ാമത്തെ അധ്യായത്തിൽ ജ്ഞാനയോഗത്തെ എന്ന് വെച്ചാൽ ജ്ഞാനമാണ് ലക്ഷ്യം. ആ ലക്ഷ്യമായ ജ്ഞാനത്തെ, ആ ജ്ഞാനത്തെ സാക്ഷാത്കരിക്കുവാനുള്ള മാർഗമായ ജ്ഞാനയോഗത്തെ ഒന്നുകൂടി പറഞ്ഞുറപ്പിക്കുകയാണ്. നമുക്ക് നേരിട്ട് അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. വലിയൊരു മുഖവുരയ്ക്കൊന്നും പോകുന്നില്ല. അവിടെ ഭഗവാൻ ഉപദേശം തുടരുന്നു. പറഞ്ഞു, പരസ്വഭാവ കർമാണി ന പ്രശംസേൽ ന ഗർഹയേദം വിശ്വം ഏകാത്മകം പശ്യൻ പ്രകൃത്യ പുരുഷേണശ. പരസ്വഭാവ കർമ്മങ്ങളെ ഗർഹിക്കുകയും വേണ്ട, പരസ്വഭാവ കർമ്മങ്ങളെ അല്ലെങ്കിൽ അന്യന്റെ കർമ്മങ്ങളെ, അന്യനെ പറ്റി നിന്ദിക്കുകയും വേണ്ട, പ്രശംസിക്കുകയും വേണ്ട എന്നാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? വിശ്വം ഏകാത്മകം പശ്യൻ പ്രകൃത്യ പുരുഷേണശ. അന്യൻ എന്ന് പറഞ്ഞ അവസ്ഥ അജ്ഞാനതലത്തിലേ ഉള്ളൂ. ആത്യന്തികമായി ഇവിടെ ഉള്ളത് മുഴുവൻ ഏകവും രണ്ടില്ലാത്തതുമായ ചൈതന്യമാണ്. എന്നിൽ ഞാനായി പ്രകാശിക്കുന്നതും എന്തൊക്കെ കാണുന്നോ കേൾക്കുന്നോ ആയതിലൊക്കെ അതിന്റെ ചൈതന്യമായി പ്രകാശിക്കുന്നത് ഏകമായ സദ്വസ്തുവാണ് എന്നിരിക്കെ അന്യൻ എന്ന അവസ്ഥയ്ക്ക് തന്നെ ഇവിടെ നിലനിൽപ്പില്ല. അങ്ങനെയുള്ള തലത്തിൽ പ്രശംസയ്ക്കോ നിന്ദയ്ക്കോ നിലനിൽപ്പില്ല. ഈ പ്രശംസ നിന്ദ ഇത് വരുന്നത് ഭേദതലത്തിലാണ്, ശരീരതലത്തിൽ മാത്രമാണ്. അപ്പം ഈ സത്യത്തെ അറിഞ്ഞ് ഈ നിന്ദ പ്രശംസ അതിൽ നിന്നൊക്കെ വേർപെടുക എന്നർത്ഥം. വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യ പുരുഷേണച പരസ്വഭാവ കർമാണി യ പ്രശംസതി നിന്ദതി സ ആശു ഭ്രശ്യതേ സ്വാർത്ഥാത് അസതി അഭിനിവേശിത. ആര് പരസ്വഭാവ കർമ്മങ്ങളെ പ്രശംസിക്കുന്നോ നിന്ദിക്കുന്നോ അവൻ സത്തിൽ നിന്നും അകലുകയും അസത്തിൽ ഭ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ഈ നിന്ദ സ്തുതി ഇതിൽ നിലനിൽക്കുമ്പോൾ തീർത്തും നമ്മൾ നേരത്തെ പറഞ്ഞു അജ്ഞാന തലത്തിലാണ്, വേറെ ഒന്നുണ്ട് എന്നുള്ള തലത്തിലാണ് അപ്പൊ അവിടെ നിലനിൽക്കുന്നത്. ആ ഭേദതലത്തിലുള്ള നിരന്തരമായ നിലനിൽപ്പ് സത്തിൽ നിന്നും നമ്മെ അകറ്റുകയും ഈശ്വരനിൽ നിന്നും നമ്മെ അകറ്റുകയും അസത്തിൽ കൂടുതലായി നിലനിർത്തുകയും ചെയ്യുന്ന അർത്ഥം. അപ്പൊ ഇവിടെ ആത്യന്തികമായി എന്തിലും സത്യമായിട്ട് പ്രകാശിക്കുന്നത് ഭഗവാനാണെന്നിരിക്കെ ഇവിടെ എന്തിനെ നിന്ദിക്കാൻ? നിന്ദ വരുന്നത് ചിലത് മോശമാണ്, ചിലത് നികൃഷ്ടമാണെന്നുള്ള ചിന്തയിൽ നിന്നാണ്. ഇവിടെ എന്താ നികൃഷ്ടമായിട്ടുള്ളത്? ഇവിടെ എന്താ അന്യമായിട്ട് എന്താ ഉള്ളത്? ഉള്ളത് ഏകവും രണ്ടില്ലാത്തതുമായ ഭഗവാൻ മാത്രമാണ്. പിന്നെ ഇന്ദ്രിയങ്ങളുടെ മനസ്സിന്റെ തലത്തിൽ കാണപ്പെടുന്ന വൈവിധ്യമോ? അതൊന്ന് ചിന്തിക്കുന്ന വേളയിൽ ആ വൈവിധ്യം നാമരൂപതലത്തിൽ മാത്രമാണെന്ന് അറിയാൻ കഴിയും. അതിന് വലിയ ചിന്തയുടെ ഒന്നും ആവശ്യമില്ല. സാമാന്യം ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് മുന്നിൽ അന്യമായി കാണപ്പെടുന്ന വസ്തുവിനെ വെച്ച് അതിന്റെ കാരണത്തെ ഒന്ന് വിചാരം ചെയ്തു തുടങ്ങിയാൽ മതി. എന്റെ മുന്നിൽ ഒരു പേരിൽ ഒരു രൂപത്തിൽ ഞാൻ ഇപ്പോൾ ഇന്ദ്രിയ തലത്തിൽ അറിയുന്ന വസ്തു, ആ വസ്തുവെ ഞാൻ വിചാരത്തിന് വിധേയമാക്കുമ്പോൾ ആ പേര് രൂപം പ്രാഥമിക വിചാരതലത്തിൽ തന്നെ ഇല്ലാതെയാവുന്നു. കത്തിച്ചു വച്ചതായ വിളക്ക്, ഈ വിളക്കിനെ ഞാൻ കാണുന്നു, വിളക്കിനെ അനുഭവിക്കുന്നു. വിളക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ തലത്തിൽ അനുഭവമാണ്, ഉണ്ട്. ഞാൻ വിളക്ക് ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ അനുഭവിക്കുന്ന ആ വിളക്ക് ഇല്ലാതെയാകുന്നു. എപ്പോൾ? എന്താണ് ആ വിളക്ക്? ഈ വിളക്കിന്റെ പരമാർത്ഥം എന്താണെന്ന്, ഈ വിളക്കിന്റെ കാരണത്തെ, എന്തിന്റെയും പാരമാർത്ഥ്യം അറിയപ്പെടുക കാരണവിചാരം വഴിയാണ്.
യുക്തി വിചാരം വഴിയാ. കാര്യകാരണ വിചാരത്തിനാണ് യുക്തി വിചാരം എന്ന് പറയുക. അപ്പം എവിടെ ഇന്ദ്രിയവേദ്യമായ വസ്തുവിൽ യുക്തിവിചാരം പ്രവർത്തിച്ചു തുടങ്ങുന്നോ അവിടെ അതിന്റെ പേര് രൂപം ഇല്ലാതെയാവുന്നു. എന്താണ് വിളക്ക്? ഇത് എന്തിൽ നിന്നുണ്ടായി? ഉടനെ അത് ഓടിൽ നിന്നുണ്ടായി, വിളക്ക് പോയി. അതെന്താ സാധനം? അപ്പം ഓടാണ്. സ്വർണത്തിന്റെ ഒരു മാല, ഇതെന്താ? തട്ടാന്റെ അരികെ കൊണ്ടുകൊടുത്താൽ അയാൾ മാലയ്ക്കല്ല വില തരിക, മറിച്ച് സ്വർണത്തിനാണ്. ഈ മാലയുടെ സത്യം എന്ത് എന്ന് ആലോചിച്ച് തുടങ്ങുന്ന പ്രാഥമിക തലത്തിൽ മാല പോയി, സ്വർണം അവിടെ വന്നു. ഇനി സ്വർണം എന്തെന്ന് ചിന്തിക്കുമ്പോൾ അതിനും അടിസ്ഥാന സത്യം അവിടെ തെളിയുമ്പോൾ സ്വർണം ഇല്ലാതെയാകുന്നു. നോക്കൂ, അപ്പൊ ഈ പേരിനും രൂപത്തിനൊക്കെ എത്രയിടത്തോളം നിലനിൽപ്പുണ്ട്? ഇന്ന് ഈ വൈവിധ്യം പേരിന്റെയും രൂപത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മെ ഭ്രമിപ്പിക്കുന്നത്. അതുമൂലം പല അനുഭവങ്ങൾ നമുക്കുണ്ടാക്കുന്നത് ഈ ഇന്ദ്രിയങ്ങൾ, മനസ്സ് അനുഭവിപ്പിക്കുന്ന ഈ സ്ഥൂല പ്രപഞ്ചമാണ്. അതിന്റെ അവസ്ഥ എത്രയുള്ളൂ? ഏതുവരെയുള്ളൂ? കാര്യകാരണ വിചാരത്തിന് ഈ പ്രപഞ്ചത്തെ വിധേയമാക്കുന്നത് വരെയുള്ളൂ. അങ്ങനെ വിചാരം ചെയ്തു പോകുമ്പോൾ ഇത് എന്തിൽ നിന്നുണ്ടായി, എന്തിൽ നിന്നുണ്ടായി, എന്തിൽ നിന്നുണ്ടായി എന്ന് പിന്നിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഫിസിക്സ് ഒക്കെ പഠിച്ച അല്ലെങ്കിൽ ചെറു ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോന്നും തന്മാത്രകളായി, പിന്നീട് അതിനും ആറ്റങ്ങളായി, ഇനി ആറ്റത്തിനും അടിസ്ഥാനം പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആയി. എന്തിനേയും പോവാട്ടോ, പിന്നിലേക്ക് പോവാം. അപ്പം ഞാൻ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സാധനത്തിന് നമ്മൾ ആദ്യം കൈ എന്ന് പറയും. അപ്പൊ ഒരു രൂപമുണ്ട്, ഒരു പേരുമുണ്ട്. ഒരു മൈക്രോസ്കോപ്പ് എടുത്ത് ഞാൻ ഇതിനെ നോക്കിയാൽ ആ രൂപമല്ല, അത് പോയി. രൂപം പോയതോടുകൂടി ഒരു പേരും പോയി. അപ്പൊ ഞാൻ അവിടെ കോശങ്ങളൊക്കെയാ കാണുക. ഇനി മൈക്രോസ്കോപ്പിന് കുറച്ചും കൂടി ശക്തി കൂട്ടിയാൽ ആ കോശങ്ങൾക്കും അടിസ്ഥാനമായ DNA-സിനെയൊക്കെ കാണും. ഇനിയും ശക്തി കൂട്ടിക്കഴിഞ്ഞാൽ ആറ്റംസ് കാണും. ഇനിയും ശക്തി കൂട്ടിയാലോ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതൊക്കെ കാണും. നമുക്കറിയാം അത് എനർജി വേവ്സ് ആണ്, ഊർജ തരംഗങ്ങളാണ്. ഇനിയും ശക്തി കൂട്ടിയാൽ ഇനിയും കാരണവിചാരം ഊർജം എന്ന് പറഞ്ഞ തലത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. അതിനും അടിസ്ഥാനം ഇന്ന് ശാസ്ത്രം തന്നെ എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ജേണലില് ഒരു പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ, ലോകപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തിന്റെ നിലനിൽപ്പ് കോൺഷ്യസ്നെസ്സിലാണ്, ബോധത്തിലാണ്. അപ്പൊ വീണ്ടും അന്വേഷിച്ചു പോകുന്ന സമയത്ത് എവിടേക്ക് എത്തിച്ചേരുന്നു? ആ ബോധ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അത് ഈ കൈ അന്വേഷിച്ചു പോയാലും, തല അന്വേഷിച്ചു പോയാലും, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കസേര അന്വേഷിച്ചു പോയാലും, എന്തിന്റെ പിന്നിലേക്ക് അന്വേഷിച്ചു പോയാലും അവസാനം എത്തിച്ചേരുന്നത് ഏകമായ, രണ്ടില്ലാത്തതായ ഒരു ചൈതന്യത്തിലാണ്. അവിടെ ഈ നാമരൂപങ്ങളൊക്കെ ഇല്ലാതെയാവുന്നു. സത്യം അത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ, ഏകവും രണ്ടില്ലാത്തതുമായ ആ ബ്രഹ്മം, ആ ഭഗവാൻ മാത്രമാവുന്നു എന്നർത്ഥം. ആ തലത്തിൽ കിം ഭദ്രം കിം അഭദ്രം വാ ദ്വൈതസ്യ ആവസ്തുനക്കിയൽ വാചോദിതം തനൃതം മനസാ ധ്യാതമേവച. അവിടെ കിം ഭദ്രം കിം അഭദ്രം വാ, ആ തലത്തിൽ എന്ത് ഭദ്രമായിട്ടുണ്ട്, എന്ത് അഭദ്രമായിട്ടുണ്ട്. ഇവിടെ എന്തൊന്ന് മംഗളം, എന്തൊന്ന് അമംഗളം. ഇവിടെ എന്തൊന്ന് നിന്ദ, എന്തൊന്ന് സ്തുതി. ഭേദങ്ങൾക്കൊന്നും അവിടെ നിലനിൽപ്പില്ല, ദ്വൈതങ്ങൾക്കൊന്നും അവിടെ നിലനിൽപ്പില്ല, ദ്വന്ദ്വങ്ങൾക്കൊന്നും അവിടെ നിലനിൽപ്പില്ല. അവിടെ ഏകവും രണ്ടില്ലാത്തതുമായ ഭഗവാൻ മാത്രം നിലനിൽക്കുന്നു എന്നർത്ഥം. എന്നാലോ അനുഭവതലത്തിൽ ഛായാ പ്രത്യാഹ്വയാഭാസ ഹ്യസന്തോപ്യർത്ഥകാരിണ ഏവം ദേഹാദയോ ഭാവ യച്ഛന്തി ആമൃത്യുതോ ഭയം. എന്നാൽ ഈ അനുഭവം എപ്പോഴും ഉണ്ടാവൂ? അജ്ഞാനം തീർത്തും നീങ്ങണം, ജ്ഞാനം പ്രകാശിക്കണം. അപ്പോൾ മാത്രമേ ഈ അനുഭവം ഉണ്ടാവുള്ളൂ. അതുവരെ അറിവ് നമുക്കുണ്ടാവും. ഈ പുസ്തകങ്ങളിലൂടെയും ആചാര്യന്മാരിലൂടെയൊക്കെ നമ്മൾ കേട്ടുപഠിച്ച ജ്ഞാനം ഉണ്ടാവും. എന്നാൽ അനുഭവത്തിൽ അപ്പോഴും വാസനയാണ് പ്രവർത്തിക്കുക. ഉള്ളിലുള്ള വാസനയ്ക്ക് അനുസൃതമായ അനുഭവമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ സത്യമായിട്ട് തോന്നും. അപ്പൊ അജ്ഞാനതലത്തിൽ ഭ്രമത്തിൽ നിലനിൽക്കുമ്പോൾ ആ ഭ്രമം അത് ഭ്രമമാണെന്ന് അറിയില്ല. അപ്പൊ സ്വപ്നത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണാൻ നമുക്ക് പറ്റാറുണ്ടോ? ഇല്ല. അതാ ഇവിടെ പറഞ്ഞത്. ഇനി ഈ ലൗകിക തലത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ പല ഭ്രമങ്ങളും ഉണ്ടാവാറുണ്ട്.
പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് അത് ഭ്രമമാണെന്ന് നമ്മൾ അറിഞ്ഞു. ഇപ്പൊ ബസ്സിലൊക്കെ പോകുമ്പം വശങ്ങളിലുള്ള ഈ പോസ്റ്റുകളും ഇതൊക്കെ ഇങ്ങനെ എതിരെ സഞ്ചരിക്കുന്നതായി നമ്മൾ ചെറുപ്പകാലത്തിൽ വിചാരിച്ചിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പം പുറത്തുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് നമ്മൾ കരുതിയിരുന്നു. പിന്നെ വലുതായപ്പം അറിവുണ്ടായപ്പം നമ്മൾ മനസ്സിലാക്കി അതല്ല, പുറത്തേക്ക് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നുകയാണെന്ന്. അപ്പൊ അതൊരു തോന്നല. മരുഭൂമിയിൽ പോയി കുറെ ദൂരത്തേക്ക് നോക്കിയാൽ അവിടെ ഒരു അരുവി ഉള്ളതുപോലെ തോന്നിയത് എപ്പോഴേ തോന്നിയത്? അത് അറിഞ്ഞ സമയത്താ. അറിയാത്ത സമയത്ത് പോയിരുന്നു, വെള്ളം കിട്ടുമെന്ന് വിചാരിച്ച് പിന്നെ പോയിരുന്നു. അപ്പൊ അത് തോന്നലാന്ന് തോന്നിയിരുന്നില്ല. അപ്പൊ തോന്നലിൽ ഭ്രമത്തിൽ നിൽക്കുമ്പോൾ അതിനെ സത്യമായിട്ട് തന്നെയാ കരുതുക. എപ്പം ജ്ഞാനം പ്രകാശിക്കുന്നോ അവിടെ മാത്രമേ അത് തോന്നലാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലേ ഇത് സ്വപ്നമാണെന്നുള്ള ധാരണ ഉണ്ടാകുന്നുള്ളൂ എന്നതുപോലെ എപ്പം ഈ അജ്ഞാന തലത്തിൽ നിന്ന് മാറുന്നോ അല്ലെങ്കിൽ ജ്ഞാനം പ്രകാശിക്കുന്നോ ആ അറിവിന്റെ തലത്തിൽ മാത്രമേ ഈ പ്രപഞ്ചം ഭ്രമമാണെന്നുള്ള ബോധം ഉണ്ടാവുള്ളൂ. ഈ ഭ്രമതലത്തിൽ നിൽക്കുമ്പം ഇത് സത്യം തന്നെയായി ധരിക്കുന്നർത്ഥം. അപ്പോഴോ ഏവം ദേഹാദയോ ഭാവ യച്ഛന്താം ആമൃത്യുതോ ഭയം, അവിടെ തീർത്തും ഭയം ഉണ്ടാവും, അവിടെ തീർത്തും ഈ ലോക അനുഭവം ഉണ്ടാവും എന്നർത്ഥം. ആത്യന്തിക തലത്തിൽ, പാരമാർത്ഥിക തലത്തിൽ ആത്മൈവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭും ത്രായതേ ത്രാതി വിശ്വാത്മാ ഹ്രിയതേ ഹരതീശ്വര. ഈ പ്രപഞ്ചം ആത്മൈവ തദിദം വിശ്വം, ഈ പ്രപഞ്ചം ഭഗവാൻ തന്നെയാണെന്നറിയൂ. ആത്മബോധം തന്നെയാണ് ഈ പ്രപഞ്ചമായി മനസ്സിന്റെ തലത്തിൽ ഭാസിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നത് എന്നർത്ഥം. മനസ്സുള്ളിടത്തോളേ പ്രപഞ്ചമുള്ളൂ. മനസ്സിൽ പ്രപഞ്ചം സത്യമാണെന്നുള്ള സങ്കല്പം എത്ര കാലമുണ്ടോ അത്ര കാലേ പ്രപഞ്ചമുള്ളൂ. അല്ലെങ്കിൽ സങ്കല്പമാണ് എപ്പോഴും സൃഷ്ടി ചെയ്യുന്നത്, അല്ലേ? സങ്കല്പമാണ് സൃഷ്ടിക്ക് കാരണം. ഇത് ഇന്നതാണെന്ന് സങ്കല്പിച്ചാൽ അത് നമുക്ക് അനുഭവം ഉണ്ടാവും. സങ്കല്പം വഴിയാണ് നമുക്ക് അനുഭവം ഉണ്ടാവുന്നത്. ഒന്ന് നമുക്ക് അനുഭവപ്പെടുമ്പോഴാണ് അതിനെ നമ്മൾ ഉള്ളതായി ഗണിക്കുന്നത്. ഒന്ന് ഉണ്ടാകുമ്പോഴാണ് അത് സൃഷ്ടി നമ്മൾ പറയുന്നത്. ഉള്ളതായി നമുക്ക് മുന്നിൽ നിന്ന് ഗണിക്കപ്പെടുമ്പോഴാണ് അത് സൃഷ്ടിയാവുന്നത്. ഉണ്ട് എന്നുള്ള അനുഭവം അത് അനുഭവമാണ്. എനിക്ക് അനുഭവമാകുമ്പം അത് ഉണ്ട്. അനുഭവം എന്ത് വഴി വരുന്നു? സങ്കല്പം വഴി വരുന്നു. ഇത് മൈക്കാണ് എന്ന സങ്കല്പം എന്റെ ഉള്ളിൽ ഉണ്ടാവുമ്പം എനിക്ക് മൈക്കിനെ അനുഭവിക്കാൻ കഴിയും. ആ അനുഭവം ഉണ്ടാവുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മൈക്ക് ഉള്ളതാണ്, അവിടെ മൈക്ക് സൃഷ്ടിക്കപ്പെടുന്നു. ഇനി ഒന്ന് പിന്നോട്ടേക്ക് ചിന്തിക്കുക. ഈ മൈക്കപ്പ എവിടുന്ന് വന്നു? മൈക്കുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് വന്നു. ഇതുവരെ മൈക്ക് കാണാത്ത ഒരാൾ ഇതിനെ കണ്ടാൽ അയാൾക്ക് മൈക്കിനെ അനുഭവിക്കാൻ കഴിയുമോ? അയാളുടെ മുന്നിൽ മൈക്ക് സൃഷ്ടമാകുന്നുണ്ടോ? കാട്ടിലുള്ള ഒരു വനവാസിയെ കൊണ്ടുവന്ന് ഇതെന്ത് എന്ന് ചോദിച്ചാൽ അവനറിയില്ല. അവന് മൈക്കെന്നുള്ള അനുഭവമല്ല. എന്തുകൊണ്ടില്ല? അവനിൽ മൈക്കെന്നുള്ള സങ്കല്പമില്ല. ഇത് വിളക്കാണ്, നമുക്ക് നോക്കിയാൽ അറിയാം അത് വിളക്കാ. നമ്മൾ അനുഭവിക്കുന്നു വിളക്കിനെ നോക്കുമ്പം. ഇതുവരെ വിളക്ക് കാണാത്ത ഒരാൾക്ക് വിളക്കിനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ വിളക്കെന്നുള്ള അനുഭവം, വിളക്ക് സൃഷ്ടമാവുന്നത് സങ്കല്പം വഴിയാണ്. വിളക്കെന്നുള്ള സങ്കല്പം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിളക്ക് സൃഷ്ടമാവുന്നു. കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിപ്പം എന്താ ചോദിച്ചാൽ ഇത് ഭാഗവതം ആണ് നമ്മെ സംബന്ധിച്ച്. ഈ ഭാഗവതം പുസ്തകം നമ്മൾ നിലത്ത് വീണാൽ നമുക്ക് സങ്കടമാണ്. നമ്മളത് നല്ല വൃത്തിയോടുകൂടി പൊതിഞ്ഞേ കൊണ്ടുപോകും. വെറും നിലത്ത് വെക്കാൻ തന്നെ നമുക്ക് മടിയാണ്. ഭാഗവതായതുകൊണ്ട്. എന്നാൽ ഇതിന്റെ മൂല്യം അറിയാത്ത, ഭാഗവതം എന്നുള്ള സങ്കല്പം ഇല്ലാത്ത ഒരാൾക്കോ കടയിൽ കൊണ്ടു കൊടുത്താൽ അവനിതൊന്നും അറിയില്ല. അവൻ കടല പൊതിയാൻ വേണ്ടി പറച്ചങ്ങ് കീറും, പൊതിയും തരും. അയ്യോ, ഭാഗവതം ആർക്ക്? ഭാഗവതം ആണെന്നുള്ള സങ്കല്പമുള്ള എനിക്ക്. ഇത് കടല പൊതിയാൻ വേണ്ടി തന്നൊരു പേപ്പറാണെന്ന് സങ്കല്പമുള്ളവന് ഇത് ഭാഗവതം എന്നുള്ള അനുഭവം ഒന്നും ഉണ്ടാവുന്നില്ല. അവൻ പേപ്പറുകൾ മാത്രമാണ്. ഈ നിലയ്ക്ക് ചിന്തിച്ചു നോക്കുക. അപ്പം ഭാഗവതം ആരെ മുന്നിൽ സൃഷ്ടാവുന്നു? ഭാഗവതം ആണ് എന്ന സങ്കല്പമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാഗവതാണ്. ഇത് പുസ്തകമാണെന്നുള്ള സങ്കല്പമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും പുസ്തകം. ഇത് വെറും കടലാസുകളാണെന്നുള്ള സങ്കല്പമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പുസ്തകമല്ല, കടലാസുകൾ. കടക്കാരന് കടലാസുകളാ. അവൻ കീറി കീറി കടലാസിന്റെ ഉപയോഗത്തിന് അതെടുക്കും. ഇതേപോലെ ഈ പ്രപഞ്ചം ഈ നാമരൂപങ്ങളോടുകൂടി, ഈ വൈവിധ്യങ്ങളോടുകൂടി ഞാൻ കാണപ്പെടുന്നത് പോലെ സത്യമാണ് എന്ന് സങ്കല്പിക്കുന്നയാൾക്ക് ഈ പ്രപഞ്ചം സത്യമാണ്. അല്ലേ? വ്യത്യസ്തമല്ലേ ഈ
പ്രപഞ്ചത്തെ പറ്റിയുള്ള വീക്ഷണങ്ങൾ നോക്കി നോക്കൂ. നമ്മൾ കാണുന്ന പ്രപഞ്ചമാണോ വേറൊരാൾ കാണുന്നത്? ഒരു കുട്ടി കാണുന്ന പ്രപഞ്ചമാണോ നമ്മൾ കാണുന്നത്? നമ്മൾ കാണുന്ന പ്രപഞ്ചമാണോ ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ കാണുന്നത്? അല്ല. ഇനി നോക്കുക, ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങൾക്ക് ശക്തി കൂടിയാലും ശക്തി കുറഞ്ഞാലും പ്രപഞ്ചാനുഭവം വ്യത്യസ്തപ്പെടുന്നില്ലേ, വ്യത്യസ്തമാകുന്നില്ലേ? വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് പുറമെ 6ാമതൊരു ഇന്ദ്രിയം കൂടി നമുക്ക് ഉണ്ടായി എന്ന് കരുതുക. എന്തായിരിക്കും അവസ്ഥ? ഈ പ്രപഞ്ചമാണോ കാണുക? ഒരു മൈക്രോസ്കോപ്പിക് ഓർഗൻ, നെറ്റിയില് പരമേശ്വരന്റെ തൃക്കണ്ണ് പോലെ ഒരു തൃക്കണ്ണ് നമുക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഈ സൂക്ഷ്മങ്ങളായ വസ്തുക്കൾ, ആറ്റംസിനെയൊക്കെ കാണാൻ അത്ര ശക്തിയുള്ള ഒരു സാധനം, എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കൂ. പിന്നെ ഞാൻ നിങ്ങളെ എന്നെയോ നോക്കുമ്പോൾ ഇതൊന്നല്ല കാണുക, വേറെന്തൊക്കെയോ കാണും. വേറൊരു പ്രപഞ്ചം നമുക്ക് മുന്നിലങ്ങ് പ്രത്യക്ഷപ്പെടുക. അപ്പൊ ഏതാപ്പ സത്യം? ഞാൻ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ പ്രപഞ്ചമാണോ, അല്ല മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന പ്രപഞ്ചമാണോ, പൂച്ച കാണുന്ന പ്രപഞ്ചമാണോ? ഇന്തോനേഷ്യയിൽ ഭൂകമ്പം ഉണ്ടാവുന്നതിന്, ഈ സുനാമി ഉണ്ടാവുന്നതിന് മുന്നേ പൂച്ചകളൊക്കെ വരിവരിയായി പോയി കുന്നിന്റെ മുകളിൽ കയറി നിന്നു എന്നാണ് ഒരു 2 ദിവസം മുന്നേ. അവയ്ക്ക് മനസ്സിലായി അടുത്ത ദിവസം സുനാമി വരുന്നു എന്നുള്ളത്. എന്തേ? ബുദ്ധി ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നമുക്ക് മനസ്സിലാവാഞ്ഞു? സകല യന്ത്രവും സകല സാധനവും കണ്ടുപിടിച്ച് ലോകം മുഴുവൻ കീഴില്ലാന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ, എന്തേ മനസ്സിലാവാഞ്ഞു? മനസ്സിലായി. അപ്പം ഇതൊക്കെ കൂടെ കയറി വന്ന സമയത്ത് പിന്നെ മനസ്സിലാക്കേണ്ടി വന്നില്ല. എന്തു പറ്റി? അപ്പൊ നമ്മുടെ ഈ പ്രപഞ്ച ദൃശ്യ അല്ലെ പ്രപഞ്ചാനുഭവം സത്യമാണോ? അത് മാത്രമാണോ സത്യം? അല്ല. ഇതേ നമ്മുടെ ആചാര്യനും പറഞ്ഞുള്ളൂ. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അദ്വൈതം ഈ വ്യാവഹാരികതയെ പാടെ നിഷേധിക്കുന്നു എന്ന്. ഒരിക്കലുമില്ല. ഈ വ്യാവഹാരികതയ്ക്ക് വ്യവഹാര തലത്തിൽ നിലനിൽപ്പ് കൽപ്പിച്ചുകൊണ്ട് പാരമാർത്ഥിക തലത്തിൽ ഇത് സത്യമല്ല എന്ന് പറയുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ആചാര്യസ്വാമികൾക്ക് എളുപ്പമായിരുന്നില്ലേ, ബ്രഹ്മസത്യം ജഗത് അസത്യം എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നല്ലേ? മിഥ്യ എന്നുള്ള പദത്തിന് അദ്ദേഹം ഭാഷ്യത്തിൽ വ്യക്തമായി അർത്ഥം പറഞ്ഞല്ലോ. ഇല്ലാത്തത് നല്ലല്ലോ അർത്ഥം പറഞ്ഞത്. ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ വേർതിരിക്കാൻ കഴിയാത്തത് എന്നല്ലേ? അപ്പം വ്യവഹാര തലത്തിൽ ഉണ്മ കൽപ്പിക്കുകയും പാരമാർത്ഥിക തലത്തിൽ ഇല്ലെന്ന് പറയുകയും ചെയ്യുന്നു. വിളക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വിളക്കുണ്ട്. വിളക്കിൽ എണ്ണയൊഴിച്ച് അത് കത്തിച്ച് ഒരു പ്രദക്ഷിണം വെച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ പറയാ വിളക്കില്ല എന്ന്, ഇങ്ങനെ ശരിയാവുക? ഞാനാ വിളക്ക് കത്തിച്ചത്, അപ്പൊ വിളക്കുണ്ട്. വ്യവഹാര തലത്തിൽ പ്രകാശം കിട്ടേണ്ടുന്ന വിളക്കിൽ നിന്ന് നമുക്ക് വെളിച്ചം കിട്ടണം. ആ തലത്തിൽ ആ വ്യവഹാരധർമ്മം നിർവഹിക്കപ്പെടേണ്ടുന്ന വ്യവഹാര തലത്തിൽ വിളക്കിന് നിലനിൽപ്പുണ്ട്. വിളക്കിന് വിളക്കന്നെ വേണം. ഓടാണ് സത്യം എന്ന് വിചാരിച്ചിട്ട് ഒരു കിണ്ടി അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പ്രകാശം കിട്ടുക എന്നുള്ള വ്യവഹാരധർമ്മം അവിടെ സംഭവിക്കില്ല. ഇപ്പം വിളക്കിന് വിളക്കന്നെ വേണം വ്യാവഹാരിക തലത്തിൽ. എന്നാൽ പാരമാർത്ഥിക തലത്തിൽ വിളക്കെന്ന് പറഞ്ഞാൽ ഓടാണ്. ഇതേപോലെ ഈ പ്രപഞ്ചത്തിന് വ്യാവഹാരിക തലത്തിൽ നിലനിൽപ്പുണ്ട്. വ്യാവഹാരിക തലത്തിലുള്ള നിലനിൽപ്പിനെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പരിശോധിച്ച് നോക്കുക, ഇവിടെ ഭൗതികതയെ ആധ്യാത്മികതയെ വേർതിരിച്ച് കാണാൻ കഴിയില്ല. രണ്ടിനെയും ഒരേപോലെ അംഗീകരിച്ചുകൊണ്ടാണ്. മഹാഭാഷ്യം രചിച്ച വാത്സ്യായന മഹർഷി തന്നെയാ കാമശാസ്ത്രവും രചിച്ചത്. ചിന്തിക്കാം. അപ്പൊ വ്യാവഹാരിക നിലനിൽപ്പ് ഈ പ്രപഞ്ചത്തിന്, അതിന് ധർമ്മങ്ങളും നിയമങ്ങളും ചിട്ടകളും വ്യവസ്ഥകളും ഒക്കെ അവര് വിധിച്ചു. പാരമാർത്ഥിക തലത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ഏകവും രണ്ടില്ലാത്തതുമായ സത്യമാണ് എന്നറിയൂ എന്നാണ്. അതറിഞ്ഞ് തസ്മാ ആത്മൈവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭോ. ഈ പ്രപഞ്ചമായി പ്രകാശിക്കുന്നത് ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഭഗവാനാണ്. സൃഷ്ടിക്കുവാനെടുത്ത ഉപകരണവും ഭഗവാനാണ്. ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചോ എന്ന് ചോദിച്ച് അങ്ങ് പറഞ്ഞാൽ ഉടനെ ചോദ്യം വരുവേ. ചോദ്യം വരുന്ന മനസ്സുകളിൽ നിന്നും യുക്തിക്ക് സ്ഥാനം കൊടുത്ത് കാര്യം മനസ്സിലാക്കുന്ന മനസ്സിൽ നിന്നും ചോദ്യം വരും, എന്തുകൊണ്ട് ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന്. എന്താ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ എടുത്ത സാധനം എന്ന്? ഈശ്വരനല്ല, ഈശ്വരൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ എന്തെങ്കിലും സാധനം വേണം. നമ്മൾ ഈ പുരാണ സീരിയലിലും അതിലൊക്കെ കണ്ടതുപോലെ കയ്യങ്ങ് ഉയർത്തി ഉണ്ടാവട്ടെ എന്നങ്ങ് പറഞ്ഞങ്ങ് ഉണ്ടാവില്ലേ? ഓക്കെ, അതിൽ കാണാൻ കൊള്ളാം എന്നുള്ളതല്ലാതെ യുക്തിക്ക് സമ്മതാവില്ല. യുക്തിക്കനുസരിച്ച് എന്തും ഇവിടെ ഉണ്ടാവണമെങ്കിൽ ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാവില്ല, ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാവില്ല. എന്തും ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായേ തീരൂ. കാരണാഭാവേ കാര്യാഭാവ തർക്കശാസ്ത്രം പറയും. കാരണത്തിന്റെ അഭാവത്തിൽ കാര്യത്തിന്റെ കാരണമില്ലാച്ച കാര്യമില്ല. അത് ഈശ്വരനാണെങ്കിലും ശരി, ഏത് മഹേശ്വരനാണെങ്കിലും ശരി, തന്നിൽ നിന്നും അന്യമായി ഒന്ന് ഉണ്ടാക്കണം എങ്കിൽ ഒന്നിന്റെ സഹായം ഉണ്ടായേ തീരൂ. അപ്പൊ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. എന്തുകൊണ്ട്? ചോദ്യം.
മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. മണ്ണ് ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കണം. മണ്ണുകൊണ്ട് ഈശ്വരൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. ശരി, മണ്ണ് ആരെ ഉണ്ടാക്കി? മണ്ണ് ഇവിടെ ഉണ്ടായിരുന്നതോ? പിന്നെ മണ്ണാണ് ഇതിന് മുഴുവൻ കാരണം എന്ന് വരും. എന്നും ഇവിടെ ഉള്ളത് മണ്ണാണെങ്കിലേ ഈ മണ്ണിനെ ഒരാൾ ഉണ്ടാക്കിയതാണെന്ന് വരിക, അങ്ങനെ പറയാന്ന് കരുതുക. അപ്പൊ മണ്ണുകൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുന്ന ഈശ്വരനേക്കാൾ കേമനാണ് ഈശ്വരന് ലോകം സൃഷ്ടിക്കാൻ മണ്ണുണ്ടാക്കിയ ആള്, അല്ലെ? ഇനി ഈശ്വരന്റെ അവസ്ഥ എന്താവും? മണ്ണില്ലാതെ ലോകം സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പൊ തന്റെ പ്രവൃത്തിക്ക് വേറൊന്നിനെ ആശ്രയിക്കേണ്ട ഒരാൾ കേമനാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈശ്വരനിൽ പരാശ്രയത്വം എന്ന് പറഞ്ഞൊരു ദോഷം ഉണ്ടാവും. ഈ സെമിറ്റിക് മതങ്ങളുടെയൊക്കെ സൃഷ്ടി സങ്കല്പത്തിൽ അവർ നേരിടുന്ന, അല്ലെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റാതെ വരുന്ന കുറെ ചോദ്യങ്ങൾ അതൊക്കെ. എന്തിനാ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? എന്തിനാപ്പ സൃഷ്ടിച്ചത്? വെറുതെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും പ്രശ്നം. ഇനി തന്റെ സുഖത്തിന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിലും അപകടം. തന്റെ സുഖത്തിനായിട്ട് ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. എന്നിട്ടോ ഈ പ്രപഞ്ചത്തെ കാണുന്നതോ കഷ്ടപ്പാടും ദുഃഖവും പ്രയാസവും. ഇങ്ങനെ തന്റെ സുഖത്തിനായി ലോകത്തെ സങ്കടപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ഒരാളെ ദയാവാനായിട്ട് പറയാൻ പറ്റുമോ? കരുണാമയനായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ പല ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും എന്നർത്ഥം. എന്നാൽ നമ്മളുടെ അവസ്ഥ എന്താ? നമ്മൾ ആത്യന്തികമായി ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ള വാദത്തിനെ തന്നെ അംഗീകരിക്കുന്നില്ല. ഇനി അങ്ങനെ പ്രാഥമിക തലത്തിൽ പറയണമെങ്കിൽ ഈ വിവേകമൊക്കെ ഉണ്ടാവാൻ, വിചാരം ചെയ്യാൻ വേണ്ടി, ഈ പ്രപഞ്ചത്തിൽ നിന്ന് മനസ്സ് ഈശ്വരനിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ ഈ പുരാണ ഭാഗങ്ങളിലൊക്കെ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയും. അതുപോലെ സൂക്ഷ്മമായിട്ട് ആ പറഞ്ഞ ഭാഗത്തെ ചിന്തിച്ചാൽ അവിടെ തന്നെ പറയും എന്ത്? സൃഷ്ടിച്ചത് തന്നെ കൊണ്ട് തന്നെ പ്രപഞ്ചമായി പ്രകാശിപ്പിച്ചു എന്നർത്ഥം. ഉണ്ടാക്കിയത് ഭഗവാൻ, ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനം ഭഗവാനെ തന്നെ. എട്ടുകാലി തന്നിൽ നിന്നും, ഉപനിഷത്ത് സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ പറയും, എട്ടുകാലി തന്നിൽ നിന്നും വലയെ പുറമേക്ക് പ്രകാശിപ്പിച്ച് തന്നിലേക്ക് ഉപസംഹരിക്കുന്നത് പോലെ. അവിടെ അന്യവസ്തു ആശ്രയം വേണ്ട എട്ടുകാലിക്ക് വല ഉണ്ടാക്കാൻ. കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടോന്ന് വല ഉണ്ടാക്കണ്ട, തന്നിൽ നിന്ന് തന്നെ വല ഉണ്ടാക്കുക. ഒരാളെ ആശ്രയിക്കുന്നില്ല. ഇതേപോലെ ഭഗവാൻ തന്നിൽ നിന്നും ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നു. അതാണ് ആത്മേവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭു. അതുകൊണ്ട് തന്നെ ഇവിടെ സൃഷ്ടിക്കുന്നയാളും സൃഷ്ടിയും സൃഷ്ടിക്ക് ഉപയോഗിച്ച സാമഗ്രിയും ഒക്കെ ഒന്ന് തന്നെയാ, വേറെ പലതില്ല എന്നർത്ഥം. അതുകൊണ്ട് തസ്മാത് ഹ്യാത്മനോ അന്യസ്മാത് അന്യോഭാവോ നിരൂപിത നിരൂപിതേയം ത്രിവിധ നിർമൂല ഭാതിരാത്മനി ഇതം ഗുണമയം വിദ്ധി ത്രിവിധം മായയാകൃതം. അതുകൊണ്ട് നിരൂപിച്ചുറപ്പിക്കൂ, ഈ കാണുന്നതിന്റെ ഒക്കെ സത്യം ഏകവും രണ്ടില്ലാത്തതുമായ ഭഗവാനാണെന്ന്. ഈ കാണുന്നത്, ഈ പലത് ത്രിവിധം മായയാകൃതം, മൂന്ന് ഗുണങ്ങളോട് കൂടിയ മായ സൃഷ്ടിക്കുന്നതാണെന്ന്. മായ എന്ന് വെച്ചാൽ അജ്ഞാനമാണ്. അജ്ഞാനത്തോടുകൂടി ഈശ്വരൻ ഭഗവാൻ ചേർന്നിരിക്കുമ്പോൾ, അജ്ഞാനത്തോടുകൂടി ഈ ആത്മബോധം നിൽക്കുമ്പോൾ പ്രപഞ്ചമുണ്ട്. അജ്ഞാനത്തിൽ നിന്നും വേറിട്ടാൽ പ്രപഞ്ചമില്ല. അതാണ് മായയോട് ചേരുമ്പോൾ ഭഗവാൻ സൃഷ്ടിക്ക് വേണ്ടി മായയെ ആശ്രയിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് മായ എന്ന് പറഞ്ഞ വേറൊരു ശക്തി, അങ്ങനെ ഈശ്വരൻ എന്ന് പറഞ്ഞ വേറൊരു വ്യക്തി, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ എത്ര കാലം അജ്ഞാനുണ്ടോ അത്ര കാലം നമുക്ക് പ്രപഞ്ചമുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്നതൊക്കെ സത്യമാണെന്നുള്ള തോന്നൽ എത്ര കാലം നമുക്കുള്ളിലുണ്ടോ അത്ര കാലം പ്രപഞ്ചമുണ്ട്. അപ്പം പ്രപഞ്ചം എന്ന് വെച്ചാൽ തോന്നൽ ആണ്, സങ്കല്പം ആണ്, സങ്കല്പാണ്. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക. ഈ പ്രപഞ്ചം സത്യമാണ് എന്ന സങ്കല്പം ഉള്ളിലുണ്ടാവുമ്പം പ്രപഞ്ചമുണ്ട്. അതാണ് ഈ ലോകത്തിന്, അല്ലെ സൃഷ്ടിയുടെ ഈശ്വരനെ നമ്മൾ പറയുക ബ്രഹ്മാവായിട്ടാ. ആരായി ബ്രഹ്മാവ്? 4 തലയൊക്കെയായി ഒരാൾ മുകളിലിരുന്ന് ഇങ്ങനെ സൃഷ്ടിച്ചു വിടുക എന്ന് കരുതണ്ട. 4 തല എന്ന് വെച്ചാൽ അന്ധക്കരണത്തിന്റെ 4 വൃത്തികളാണ്. സമഷ്ടി അന്ധക്കരണത്തെയാ ബ്രഹ്മാവായിട്ട് പറയുക. സമഷ്ടി അന്ധക്കരണത്തെ എന്ന് വെച്ചാൽ നമ്മളുടെ വ്യഷ്ടിയായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് സങ്കല്പം വഴി. ഇതേപോലെ സമഷ്ടി അന്ധക്കരണം പ്രവർത്തിക്കപ്പെടുമ്പോൾ പ്രപഞ്ചമുണ്ട്. അന്ധക്കരണം ഇല്ലാതെയാകുമ്പോൾ, അന്ധക്കരണത്തിലുള്ള ഈ സത്വ രജ തമോ ഗുണങ്ങൾ ഇല്ലാതെയാവുമ്പോൾ പ്രപഞ്ചമില്ല എന്നർത്ഥം. അതുകൊണ്ട് ഏതദ് വിദ്വാൻ മധുദിതം ജ്ഞാനവിജ്ഞാന നൈപുണം ന നിന്ദതി നജ സ്തൗതി ലോകേ ചരതി സൂര്യവൽ. ഏതദ് വിദ്വാൻ, ഈ പറഞ്ഞതിനെ വിദ്വാൻ അറിഞ്ഞ്, എന്താ ഏത് പറഞ്ഞതിനെ? ജ്ഞാനവിജ്ഞാന നൈപുണം മധുദിതം, ജ്ഞാനവിജ്ഞാന നൈപുണമായ എന്നാൽ പറയപ്പെട്ട ഈ ജ്ഞാനത്തെ
അറിഞ്ഞ് വിദ്വാൻ അറിഞ്ഞ് ന നിന്ദതി നജ സ്തൗതി ലോകേ ചരതി സൂര്യവൽ. ഒന്നിനെയൊട്ട് നിന്ദിക്കും വേണ്ട, ഒന്നിനെയൊട്ട് പ്രശംസിക്കും വേണ്ട, ലോകത്തിൽ സൂര്യനെ പോലെ നിസ്സംഗനായിട്ട് സഞ്ചരിക്കുന്ന. സൂര്യൻ എന്തിനോടെങ്കിലും സംഘമുണ്ടോ? എന്തിനോടെങ്കിലും ഇഷ്ടമോ അനിഷ്ടമോ സൂര്യനുണ്ടോ? ഏയ്, എന്തിനോടാ ഇഷ്ടമുള്ളൂ, എന്തിനോടാ അനിഷ്ടമുള്ളൂ? ക്രൂരന്മാരായ കൊലപാതകികളെ താമസിച്ച ജയിലിലും സൂര്യൻ വെളിച്ചം കൊടുക്കുന്നുണ്ട്. നമുക്കിത് അവിടെ ഭാഗവതം കേട്ട് അതിൽ അഭിനമിക്കുന്ന നമുക്കും സൂര്യൻ വെളിച്ചം തരുന്നുണ്ട്. അവിടെ കുറച്ച് വെളിച്ചം കുറഞ്ഞു കൊടുക്കുക, അല്ലെ അവിടെ ലേശം ചൂടുത്തിരി കൂട്ടി കൊടുക്കുക, കുറച്ചൊന്ന് ചൂട് പിടിക്കട്ടെ, ഇവിടെ ലേശം തണുപ്പ് തരിക, അങ്ങനെയൊന്നുമില്ല. സൂര്യൻ നിസ്സംഗനാണെന്നർത്ഥം. ഇവിടുന്ന് വെള്ളം മുകളിലേക്ക് എടുക്കുന്നുണ്ട്, മുകളിലെ മേഘമായിട്ട് നിർത്തുന്നുണ്ട്, മഴ പെയ്യിപ്പിക്കുന്നുണ്ട്, നമുക്ക് വേണ്ട ഊർജം മുഴുവൻ നൽകുന്നുണ്ട്, ലോകത്തെ ഉണർത്തുന്നുണ്ട്. ഇതിലൊന്നും അഭിമാനിക്കുന്നില്ല. ഉണ്ടോ? സൂര്യൻ ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും ഇങ്ങനെ വടിയും പിടിച്ച് നിൽക്കണം? ആരെയും പേടിച്ചിട്ടാണോ അതൊക്കെ ചെയ്യുന്നത്? അല്ല. ചെയ്യാറില്ല. ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നുണ്ടോ? ഇല്ല. ഒന്നിനോടെങ്കിലും എന്തിനോടെങ്കിലും സംഘമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നോ? ഈ സൂര്യന്റെ അവസ്ഥയിലേക്ക് എത്തുന്നു, നിസ്സംഗനാവുന്നു, പിന്നെ ഒന്നും ബാധിക്കുന്നില്ല. ലോകത്തിൽ സൂര്യനെ പോലെ സഞ്ചരിക്കാം, ഒന്നുമായിട്ടൊരു ബന്ധമില്ലാതെ എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കരുത്, എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവാന്നുള്ളതല്ല. ശരീരവും പലതുമായിട്ട് ബന്ധമുണ്ടാവും. വീട്ടിലായിരിക്കും നിൽക്കുന്നത്, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, പല ലൗകിക കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടാവും. പക്ഷെ ആള് ജീവൻ മുക്തനായിരിക്കും, ഒന്നും ആളെ ബാധിക്കുന്നുണ്ടാവില്ല. പുറമെ കാണുന്നത് നോക്കണ്ടെന്നർത്ഥം. ഗീതയിൽ ഭഗവാൻ കർമ്മയോഗത്തിന്റെ വൈശിഷ്ട്യം പറയുന്ന വേളയിൽ ജനകനെ ഉദാഹരിക്കുന്നുണ്ട്. ജനകൻ കർമ്മണേവഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയാണ്. ജനകന്റെ അവസ്ഥ എന്തായിരുന്നു? നിരവധി ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു, നിരവധി കുട്ടികളുണ്ടായിരുന്നു. ദേവി ഭാഗവത്തിൽ നമുക്ക് കാണാം, വിവാഹം കഴിക്കാൻ വിസമ്മതിച്ച ശ്രീശിവ ബ്രഹ്മർഷിയെ വിവാഹം കഴിക്കാൻ അതിന് പറഞ്ഞയക്കുന്നത് ഈ ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ട്, ഉപദേശിക്കാൻ വേണ്ടി, അല്ലെ ഇന്നയാളെന്ന് ഉപദേശം വാങ്ങുമെന്ന് പറഞ്ഞിട്ട് വേദവ്യാസ മഹർഷി പറഞ്ഞയക്കുന്നത് ജനകന്റെ അടുത്തേക്കാ. അപ്പൊ അദ്ദേഹം നിലനിന്നിരുന്നത് വളരെ വലിയ ലൗകിക സാഹചര്യത്തിലായിരുന്നു. ഉപനിഷത്തുകൾ നോക്കിയാൽ നമുക്ക് കാണാം, അവിടെ ഈ ഉപദേശം കൊടുക്കുന്നവരൊക്കെ സന്യാസിമാരാണ്, എല്ലാം ഉപേക്ഷിച്ച സർവസംഘ പരിത്യാഗികളാന്ന് കരുതരുതേ. മഹാശാലനായിട്ടുള്ള ആൾ ഉപദേശം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത്ര ഉത്തരവാദിത്തങ്ങൾക്ക് നടുവിൽ നിൽക്കുന്നയാള്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവും, പുറമെ ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നും തെല്ലും ബാധിക്കില്ല എന്നർത്ഥം. ലോകേ ചരതി സൂര്യവൽ, സൂര്യനെ പോലെ നിസ്സംഗനായി സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രത്യക്ഷേണ അനുമാനേന നിഗമേന ആത്മസംവിദ ആദ്യന്തവത് അസൽജ്ഞാത്വ നിസ്സംഗോ വിചരേതിഹ. അതുകൊണ്ട് പ്രത്യക്ഷം, അനുമാനം, നിഗമം, ആത്മജ്ഞാനം എന്നിവയെ ആശ്രയിച്ച് ആദ്യന്തവത് അസൽജ്ഞാത്വ, ഈ അനുഭവിക്കുന്നതിനെയൊക്കെ, ഇന്ദ്രിയങ്ങൾ മനസ്സുവഴി അനുഭവിക്കുന്നതിനെയൊക്കെ അതൊക്കെ ആദ്യന്തവത്താണ് എന്നും അസത്താണെന്നും ജ്ഞാത്വ അറിഞ്ഞ് ഇഹ നിസ്സംഗ വിചരേത്, ഇവിടെ നിസ്സംഗനായിട്ട് സഞ്ചരിക്കൂ എന്നാണ്. പ്രത്യക്ഷം എന്താ? പ്രത്യക്ഷം അക്ഷം പ്രതി പ്രത്യക്ഷം, കണ്ണിന് മുന്നിൽ കാണുന്നതാണ് പ്രത്യക്ഷം. കണ്ണിന് മുന്നിൽ കാണുന്ന ഈ പ്രപഞ്ചത്തെ ഒന്ന് കണ്ടാ മതി, നല്ലോണം ഒന്ന് കണ്ടാ മതി, അപ്പം തന്നെ പ്രപഞ്ചത്തിന്റെ സ്വഭാവം മനസ്സിലാവും. എന്താ കാണുന്നത്? അഹന്യഹനി ഭൂതാനി പ്രവിശന്തി യമാലയം അന്യാസ്ഥാവരമിച്ഛന്തി കിം ആശ്ചര്യമതപരം. ലോകത്തിലെ ഏറ്റവും വലിയ ആശ്ചര്യമായിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ ആശ്ചര്യം, ഇവിടെ പകല് തോറും ഉണ്ടായത് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ള ജന്തുക്കളോ ഇങ്ങനെ ഒരു നാശം തനിക്ക് നാളെ ഉണ്ടാവും എന്നുള്ള ബോധം ഒട്ടുമില്ലാതെ പിന്നെയും നശിക്കുന്ന വസ്തുക്കളുടെ പിന്നില് നശിക്കുന്ന ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഭ്രമിച്ചു ഓടുന്നു എന്നാണ് ലോകത്തിന്റെ സ്വഭാവതാണ്. ഈ ലോകത്തെ ആശ്രയിച്ച് നമ്മൾ അന്വേഷിക്കുന്ന, ആഗ്രഹിക്കുന്ന അഭയമോ സുഖമോ കിട്ടില്ല. നമുക്ക് വേണ്ടത് ഇത് രണ്ടുമല്ലേ? എന്താ വേണ്ടത്? സുഖം വേണം. ആദ്യം വേണ്ടത് സുഖം. പിന്നെയോ സുഖം എപ്പോഴാണ് ഇല്ലാതെയാവുന്നത്? ഭയം ഉണ്ടാവുന്ന സമയത്ത് സുഖം ഇല്ലാതെയാവുന്നു. അപ്പം ഭയം ഇല്ലാതെയായി കഴിഞ്ഞാൽ, പേടിയില്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല, സുഖം മാത്രമേ ഉള്ളൂ. അപ്പൊ ഭയം ഇല്ലാതെയാവണം. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ ഭയവും ഈ ദുഃഖവും ഒക്കെ എവിടെയാ നിലനിൽക്കുന്നത്? ഈ പ്രപഞ്ചത്തിലാണ്. പ്രപഞ്ചമില്ലെങ്കിൽ നമുക്ക് ഭയമുണ്ടോ? പ്രപഞ്ചമില്ലെങ്കിൽ നമുക്ക് ദുഃഖമുണ്ടോ? ആലോചിച്ച് നോക്കൂ. നമ്മുടെ ദുഃഖത്തിന് കാരണം എന്താ? നേരത്തെ ഭിക്ഷുഗീതയിൽ ചിന്തിച്ച് അങ്ങോട്ട് പോണ്ടേ. ഇപ്പൊ ഈ തനി ലൗകിക തലത്തെ ചിന്തിച്ചാൽ മതി. എന്താ നമ്മുടെ ദുഃഖത്തിന് കാരണം? ഈ ലോകാണ്, അവനാണ്, അവളാണ്, അതാണ്, ഇതാണ്. ഈ ലോകമില്ലാതെ ഞാൻ മാത്രം ഉണ്ടായിരുന്ന സമയം, അല്ലെ ഉള്ള സമയം,
എന്തൊരു സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നില്ലേ? സുഷുപ്തി അവസ്ഥയിൽ ഒന്നുമില്ല, നല്ല സുഖം ഉണ്ടായിരുന്നില്ലേ? സുഷുപ്തി അവസ്ഥയിലുള്ള സുഖം നിരന്തരമല്ല, അജ്ഞാനത്തിന്റെ ചേർപ്പുണ്ട്, അങ്ങോട്ടൊന്നും ഇപ്പം പോകുന്നില്ല. ലോകം ഇല്ലാതിരുന്ന സമയത്ത് സ്വസ്ഥത സുഖം ഉണ്ടായിരുന്നു. ലോകം ഉണ്ടായി ദുഃഖം ഉണ്ടാവുകയായി. ഇപ്പൊ ലോകം ഇല്ലാതെയായ പോരെ, എന്നാ ദുഃഖം ഇല്ലാതെയായില്ലേ? ഇപ്പൊ ലോകത്തെ എങ്ങനെ ഇല്ലാതെയാക്കുക? ലോകത്തെ ഇല്ലാതെയാക്കണ്ട. എന്തുകൊണ്ട് ഇല്ലാതെയാക്കണ്ട? ലോകം ഇല്ലാത്തതാണ്. ഇല്ലാത്തതിനെ ഇല്ലാതെയാക്കേണ്ട ആവശ്യമുണ്ടോ? ലോകം മിഥ്യയാണ്, അത് അറിയേ വേണ്ടു. അത് അറിയണമെങ്കിൽ എന്തു വേണം? ഈ ലോകത്തെ, കണ്ണിന് മുന്നിൽ പ്രകാശിക്കുന്ന ലോകത്തെ വിചാരം ചെയ്യണം. ഈ പ്രത്യക്ഷത്തെ കാണുക. ഇവിടെ ഉണ്ടായതൊക്കെ അടുത്ത നിമിഷം ഇല്ലാതെയാവുന്നു, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന നശിക്കുന്ന ഒന്നിനെ ആശ്രയിച്ചിട്ട് ഒരിക്കലും മാറാത്ത നശിക്കാത്ത അനുഭവം ഉണ്ടാവില്ല. നമുക്ക് അഭയം ആണ് വേണ്ടതെങ്കിൽ, ഭയം ഇല്ലാതെയാക്കുന്ന ഒന്നാണ് നമുക്ക് വേണ്ടതെങ്കിൽ, നാളെ ഇല്ലാതെയാവുന്ന ഒരു വസ്തുവിന് നമുക്ക് നമ്മുടെ ഭയത്തെ എന്നും ഇല്ലാതെയാക്കാൻ പറ്റുമോ? നമ്മൾ ആശ്രയിക്കുന്ന ഒരാള് നാളെ അയാൾ അങ്ങ് തീർന്നു പോവുക, പിന്നെ എവിടെയാ നമുക്ക് അഭയം ഉണ്ടാവുക? അപ്പൊ നമുക്ക് അഭയം തരണമെങ്കിൽ ആ വസ്തു അച്യുതമായിരിക്കണം, ച്യുതിയില്ലാത്ത, നാശമില്ലാത്ത വസ്തുവായിരിക്കണം. നമുക്ക് സുഖം വേണം. എന്ത് സുഖം വേണ്ടു? തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സുഖം മതിയോ? പോരാ, നമുക്ക് എപ്പോഴും സുഖം വേണം. ഒട്ടും അളവിൽ കുറവുണ്ടാവരുത് ആ സുഖത്തിൽ. അതിനെ അതിശയിപ്പിക്കുന്ന വേറൊരു സുഖമായിട്ട് ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പൊ ഈ ലോകത്തിൽ നിന്ന് അത് കിട്ടുമോ? ലോകം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നശിക്കുന്നതാണ്. നശിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ ആശ്രയിച്ചാൽ അതിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള അനുഭവമല്ലേ ഉണ്ടാവുള്ളൂ. എന്നോട് നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം, പക്ഷെ എനിക്ക് എന്നിലുള്ളതല്ലേ തരാൻ പറ്റുള്ളൂ. ഇപ്പൊ ലോകത്തിൽ നിന്ന് നമുക്ക് എന്ത് വേണേലും പ്രതീക്ഷിക്കാം. എന്താച്ചാ പ്രതീക്ഷിക്കാം? നിത്യമായ നിരന്തരമായ സുഖമൊക്കെ പ്രതീക്ഷിച്ചോളൂ, പോയിക്കോളൂ, കിട്ടില്ല എന്നർത്ഥം. കിട്ടുന്നത് എന്തു മാത്രമായിരിക്കും? ഈ മാറിക്കൊണ്ടിരിക്കുന്ന, നശിക്കുന്ന അനുഭവങ്ങളെ കിട്ടുള്ളൂ എന്നർത്ഥം. അപ്പൊ പ്രത്യക്ഷം അതാണ്. ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ തന്നെ പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെ അറിയാൻ പറ്റും. ആ പ്രത്യക്ഷത്തെ വെച്ച് അനുമാനം ചെയ്യാം, വിചാരം ചെയ്യാം. വേദാന്ത ശ്രവണത്തിന് അധികാരി ആര് എന്ന് പ്രകരണ ഗ്രന്ഥങ്ങൾ അധികാരി ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അവിടെ എന്താ പറയുക? നിത്യാനിത്യ വസ്തു വിവേകം ഒന്നാമത്തതായിട്ട് പറയും. നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാവണം എന്നാണ്. നമ്മുടെ നിത്യം ഏത്, അനിത്യം ഏത് എന്നുള്ള വിവേകം ഉണ്ടാവണം. എങ്ങനെയാ വിവേകം ഉണ്ടാവുക? വിചാരം വഴി വിവേകം ഉണ്ടാവും. ഈ പ്രപഞ്ചത്തെ വെച്ചിട്ടൊന്ന് വിചാരം ചെയ്താൽ മതി. എന്താ അപ്പൊ അവിടെ സത്യമായിട്ടുള്ളൂ, എന്താ അപ്പൊ അവിടെ നിത്യമായിട്ടുള്ളൂ എന്ന്. അങ്ങനെ നോക്കുമ്പം ഓരോന്നിനെ നമ്മൾ നിഷേധിക്കും. അങ്ങനെ നിഷേധിച്ച് പോകുമ്പം ഉള്ളതൊന്നു മാത്രമാണ് നിത്യമായിട്ടുള്ളത്. നമ്മളെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളതിനൊക്കെ നിഷേധിക്കുക. നിങ്ങളൊക്കെ ഞാൻ നിഷേധിക്കും. ഇനി എന്നിലേക്ക് വന്ന് ഞാനായിട്ട് അഭിമാനിക്കുന്ന ഈ ശരീരം, അതിനെ ഞാൻ നിഷേധിച്ചു. അതല്ല ഞാൻ, കാരണം അത് നശിക്കുന്നുണ്ട്, അത് നിത്യല്ല. പിന്നെ മനസ്സ് നിത്യല്ല, അതും മാറ്റം വരുന്നുണ്ട്. പിന്നെ ബുദ്ധിക്കും മാറ്റം വരുന്നുണ്ട്. ഇനിയിപ്പൊ എന്താ ഉള്ളൂ? എല്ലാം മാറ്റം വരുന്നതാണ്. ഇനിയിപ്പൊ എന്താ നിഷേധിക്കാൻ ഉള്ളത്? എല്ലാറ്റിനെയും നിഷേധിച്ചില്ലേ? ഇല്ല, ഒന്നിനെ നിഷേധിച്ചില്ല. അതിനൊട്ട് നിഷേധിക്കാൻ പറ്റൂല്ല. അതെന്താ? അത് ഞാൻ ആണ്. എനിക്ക് നിഷേധിക്കാൻ പറ്റുമോ? അത് സ്വയം അനുഭവമല്ലേ. മറ്റുള്ളതിനൊക്കെ എനിക്ക് നിഷേധിക്കാം, പക്ഷെ ഞാൻ എന്നുള്ളത് സ്വയം അനുഭവമാണ്. ആ ഉണ്മയെ, ആ സ്വാനുഭൂതിയെ നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ ആ ബോധം മാത്രമാണുള്ളത്. അനുമാനം ചെയ്യുമ്പോൾ അത് ബോധ്യാവും. സദേവ സൗമ്യ ഇതമഗ്ര ആസീതം ഏകമേവ അദ്വിതീയം ബ്രഹ്മ ആത്മാവ ഇതമഗ്ര ആസീൽ സർവം ഖലു ഇതം ബ്രഹ്മ. ഉപനിഷത്തുക്കൾ വേദങ്ങൾ ആവർത്തിച്ചു പറയുന്നു. ആ വേദങ്ങളെ ആശ്രയിക്കുമ്പോഴും നിഗമേന ഇത് ബോധ്യാവും. ഇനി ഇതിനെയൊക്കെ ആശ്രയിച്ച് ജ്ഞാനം ഉണ്ടാവുന്ന സമയത്തോ അപ്പോഴും ഇത് ആത്മവിചാരം ചെയ്യ വഴി അപ്പോഴും ഈ സത്യം ബോധ്യാവുന്നർത്ഥം. ആദ്യം അങ്ങനെ എന്തറിയ? ആദ്യന്തവത്ത് അസജ്ഞാത്വ. ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ട് പ്രത്യക്ഷത്തെ, അനുമാനത്തെ, നിഗമത്തെ, വേദത്തെ, വിചാരത്തെ ഒക്കെ ആശ്രയിച്ച് ഈ പ്രപഞ്ചത്തെ ആദ്യന്തവത് അസജ്ഞാത്വ, ആദ്യന്തവത്തായും അസത്തായും അറിഞ്ഞ്, അതറിഞ്ഞു കഴിഞ്ഞാലോ നിസ്സംഗോ വിചരേതിഹാം, നിസ്സംഗനായിട്ട് ഇവിടെ സഞ്ചരിക്കാൻ കഴിയുന്നർത്ഥം. ഇങ്ങനെ അങ്ങ് ജ്ഞാനയോഗത്തെ ഭഗവാൻ അവിടെ അങ്ങ് പറഞ്ഞു നിർത്തിയപ്പോൾ ഉദ്ധവന് സംശയായി. അല്ലയോ ഭഗവാനെ, അങ്ങ് പറഞ്ഞു ഈ ആത്മാവെന്ന് പറയുന്നത് നിർഗുണമാണ്, നിർവികാരമാണ്. ശരീരമാകട്ടെ, ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊക്കെ ജഡമാണ്. അപ്പൊ ആർക്കാ സംസാരം ചോദിക്കുകയാണ്. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആയത് നിർഗുണമായതുകൊണ്ട്, ആയത് നിർവികാരമായതുകൊണ്ട് അതില് സംസാരത്തിന്റെ കലർപ്പില്ല. സംസാരം അതിനെ ബാധിക്കുന്നില്ല. ശരീരത്തിനൊന്ന് അത് ജഡാണ്, ജഡമായ വസ്തുവിനെ ബാധിക്കാൻ പറ്റുമോ? അതിന് അനുഭവം ഉണ്ടാവുമോ?
അപ്പൊ ഈ സംസാരം ആർക്കാണ്? ആത്മാ അവ്യയ അഗുണ ശുദ്ധ സ്വയം ജ്യോതി അനാവൃത. അവ്യയനും അഗുണനും ശുദ്ധനും സ്വയം ജ്യോതിയും അനാവൃതനും ആയ ആത്മാവിനെ സംസാരം ബാധിക്കുന്നില്ല. അഗ്നിവൽ ദാരുവതജൽ ദേഹകംസേഹ സംസൃതി. ശരീരമാകട്ടെ ജഡവുമാണ്. കസ്യേഹ സംസൃതി. ആർക്കാണ് ഇവിടെ സംസാരം ചോദിക്കുകയാണ്. അവിടെ ഭഗവാൻ പറഞ്ഞു, യാവൽ ദേഹേന്ദ്രിയ പ്രാണയേ ആത്മന സന്നികർഷണം സംസാര ഫലവാന്താവത് അവാർത്ഥ അഭി അവിവേകിന. ആത്യന്തികമായി സംസാരം എന്ന് പറഞ്ഞത് ഇല്ലാത്തതാണ്. അതില്ലാത്തതാണ്. ഇല്ലാത്ത ഒന്ന് ആരെയാ ബാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നിലനിൽപ്പില്ല. ഉള്ളതിനല്ലേ ബാധിക്കാൻ പറ്റുള്ളൂ. സംസരതി ഇത് സംസാര എന്നാണ്. ചുറ്റിത്തിരിപ്പിക്കുന്നതാണ്, വട്ടം തിരിപ്പിക്കുന്നതാണ് ഈ സംസാരം എന്ന് പറഞ്ഞാൽ. ഈ ഒരു പ്രപഞ്ചാനുഭവം അതിന് ഉണ്മല്ല, അതില്ല. ഉള്ളതുപോലെ തോന്നുന്നു. ആർക്ക്? എപ്പോൾ? യാവത് ദേഹേന്ദ്രിയ പ്രാണയർ ആത്മന സന്നികർഷണം. ശുദ്ധമായ ആത്മബോധത്തിന് യാവത് എത്ര കാലം ശരീരം, ഇന്ദ്രിയം, പ്രാണൻ എന്നിവയുമായി സംയോഗം ഉണ്ടാവുന്നോ. സംയോഗം എന്ന് വെച്ചാൽ അവിടെ കൂടിച്ചേർന്നു എന്നുള്ളതല്ല. അഭിമാനം എപ്പം അവിടെ ഈ ശരീര, ബുദ്ധി, പ്രാണനിലൊക്കെ അഭിമാനം എത്ര കാലം ഉണ്ടോ അത്ര കാലം അപാർത്ഥ അവിവേകിന. ആ അഭിമാനം ഉള്ള അവിവേകിയെ സംബന്ധിച്ചിടത്തോളം സംസാരം ഉണ്ട്. നോക്കണേ, ആ അവിവേകിയെ സംബന്ധിച്ചിടത്തോളം സംസാരമുണ്ട്. ആപേക്ഷികമാണ് അവിടെ സംസാരം. ഈ പ്രപഞ്ച ആപേക്ഷിക അനുഭവമാണ്. കാണുന്നയാളെ അപേക്ഷിച്ചിട്ട് മാത്രം ഇതിന് നിലനിൽപ്പുള്ളൂ. അപ്പൊ അജ്ഞാനം എത്ര ചേർന്ന് നിൽക്കുന്നു? അജ്ഞാനത്തോടുകൂടി, ശരീരബോധത്തോടുകൂടി ഉള്ള ആത്മബോധത്തിൽ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നു എന്നർത്ഥം. ആ അജ്ഞാനത്തിൽ നിന്ന് ഉണർന്നാലോ അർത്ഥേ ഹ്യവിദ്യമാനേബി സംസൃതിർന്ന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നെ അനർത്ഥാഗമോ യഥാ. സ്വപ്നെ അനർത്ഥാഗമോ യഥാ. സ്വപ്നത്തിൽ അനർത്ഥാഗമങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? സ്വപ്നത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാവാറില്ലേ? നല്ല സ്വപ്നം മാത്രമാണോ കാണാറ്? എന്തൊക്കെ അനർത്ഥങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്? ആന കുത്താൻ വരുന്നതായും, ട്രെയിനിൽ നിന്ന് വീണു പോകുന്നതായും, പല അപകടങ്ങൾ സംഭവിക്കുന്നതായും ഒക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഞെട്ടി എണീക്കും, കരയുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞെട്ടി എണീറ്റ് കരയുമ്പോൾ പോലും എണീറ്റു, ആ എണീക്കലിന്റെ പ്രാഥമിക തലത്തിൽ പോലും നമുക്ക് ഭയമുണ്ട്. എന്നാൽ തീർത്ഥം ഉണർന്നാലോ ആനയില്ല, അല്ല തീവണ്ടിയില്ല, വീണിട്ടുമില്ല, ഒന്നും സംഭവിച്ചില്ല. ഇതേപോലെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുമ്പോൾ ഈ ശരീരവും നേരത്തെ പറഞ്ഞ ദേഹേന്ദ്രിയെ പ്രാണയ്യ ആത്മനഃ സന്നികർഷണം. യാവത് ദേഹേന്ദ്രിയ പ്രാണയർ ആത്മനഃ സന്നികർഷണം. ദേഹം, ഇന്ദ്രിയം, പ്രാണൻ തുടങ്ങിയവുമായി ആത്മാവിന് സന്നികർഷം ഉണ്ടോ, ആ സന്നികർഷത്തിന്റെ തലത്തിൽ, ആ അജ്ഞാനത്തിന്റെ തലത്തിൽ അവിടെ അനർത്ഥങ്ങളൊക്കെ അനുഭവിക്കുന്നു. ഈ അജ്ഞാനം അങ്ങ് നീങ്ങിയാലോ സ്വപ്നത്തിൽ നിന്ന് യഥാഹി അപ്രതിബുദ്ധസ്യ പ്രസ്വാവോ ബഹു അനർത്ഥഭൃത് സ ഏവ പ്രതിബുദ്ധസ്യ നവൈമോഹായ കൽപ്പതേ. അവിടെ അപ്രതിബുദ്ധസ്യ ഉണരാത്തയാൾക്ക് പ്രസ്വാപഹ അയാളുടെ ആ ഉറക്കത്തിൽ, ആ സ്വപ്നാവസ്ഥയിൽ ബഹു അനർത്ഥഭൃത്ത് പല അനർത്ഥങ്ങൾ അയാൾ അനുഭവിക്കുന്നുണ്ട്. അത് ഏത് ഈ പ്രതിബുദ്ധനായ ഒരാൾക്കോ ഉണർന്ന ഒരാള് അത് അയാളെ ബാധിക്കുന്നില്ല. ഉണരുന്ന സമയത്ത് അതൊക്കെ ഇല്ലാത്തതായിരുന്നു എന്നുള്ള അനുഭവം ഉണ്ടാവുന്നു എന്നർത്ഥം. അപ്പൊ ഈ പ്രപഞ്ചാനുഭവം മുഴുവൻ ശോകഹർഷ ഭയക്രോധ ലോഭമോഹ സ്പൃഹാദയ. ശോകം ആയിക്കോട്ടെ, ഹർഷം ആയിക്കോട്ടെ, ഭയം ആയിക്കോട്ടെ, ക്രോധം ആയിക്കോട്ടെ, ലോഭം ആയിക്കോട്ടെ, ഇതൊക്കെ അഹങ്കാരസ്യ ദൃശ്യന്തേ ജന്മമൃത്യുശ്ചതാത്മന. എത്ര കാലം അഹങ്കാരം നമ്മളിൽ പ്രവർത്തിക്കുന്നോ ആ അഹങ്കാരത്തോടു കൂടിയ ആത്മാവിന് മാത്രമേ ബാധിക്കുന്നുള്ളൂ. അഹങ്കാരത്തിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, ആത്മബോധത്തെ ബാധിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ ഈ അജ്ഞാനത്തെ നീക്കാൻ എന്ത് ചെയ്യുക? അമൂലമേതൽ ബഹുരൂപരൂപിതം മനോവച പ്രാണശരീരകർമ്മ. അപ്പൊ ഈ അജ്ഞാനം എങ്ങനെ ഉണ്ടായി പറയാൻ പറ്റില്ല എന്നാണ്. അതിന് കാരണം എന്താ അറിയില്ല, അത് ഉള്ളതാണ്. പിന്നെ ആത്യന്തികമായിട്ട് അജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലായ്മയാണ്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് നിലനിൽപ്പില്ല. ബഹുരൂപരൂപിതം മനോവച പ്രാണശരീരകർമ്മ. അപ്പൊ ഈ അജ്ഞാനം ആത്യന്തികമായി ഇല്ലാത്തതാണ് എന്നറിഞ്ഞ് ജ്ഞാനത്തെ ഉപാസിക്കുക. വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ടെ. ഇരുട്ടെന്ന് പറഞ്ഞൊരവസ്ഥ ശരിക്കും ഇല്ല. വെളിച്ചം ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഇരുട്ടെന്ന് പറയുക. ഇതേപോലെ ജ്ഞാനത്തിന് അഭാവം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദ്യം. ജ്ഞാനത്തിന് അഭാവമില്ല. എന്നാൽ അനുഭവിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് അവിടെ അഭാവമായി പ്രാഥമിക തലത്തിൽ തെറ്റിദ്ധരിക്കുന്നു എന്നർത്ഥം. അത്രയേ ഉള്ളൂ. അപ്പം അജ്ഞാനതലത്തിൽ ഈ ജ്ഞാനം വന്നു കഴിഞ്ഞാലോ വെളിച്ചം വന്നു കഴിഞ്ഞാലോ ഇരുട്ട് അപ്രത്യക്ഷമാവുന്നു എന്നതുപോലെ
ശുദ്ധമായ ജ്ഞാനത്തെ ഉപാസിച്ചാൽ ജ്ഞാനാസിനോപാസനയാശിതേന ചിത്വാ മുനിർഗാം വിചരത്യദൃഷ്ട. ഈ അജ്ഞാനത്തെ നീക്കാൻ ജ്ഞാനാസിന ഉപാസനയാശിതേന, ജ്ഞാനമാകുന്ന അസിയാൽ ഈ അജ്ഞാനത്തെ ഉപേക്ഷിക്കുന്നതാണ്. അസി എന്ന് വെച്ചാൽ വാള്, ജ്ഞാനമാകുന്ന വാളിനാൽ, അതേപോലെ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരാൽ, അവരിലൂടെയൊക്കെ ഈ അജ്ഞാനത്തെ, അവരെയൊക്കെ ഉപാസിച്ച് അജ്ഞാനത്തെ തീർത്തും നശിപ്പിക്കൂ. ജ്ഞാനം വിവേക നിഗമസ്തപശ്ച പ്രത്യക്ഷമൈതിഹ്യം അധാനുമാനം ആദ്യന്തയോരസ്യ യദേവ കേവലം കാലശ്ച ഹേതുശ്ച തദേവ മധ്യേ. ഈ പ്രപഞ്ചാനുഭവം മധ്യകാലത്ത് മാത്രം നിലനിൽക്കുന്നതാണെന്ന് അറിഞ്ഞ് ഇതിന്റെ ആദിയെയും അവസാനത്തെയും പറ്റി ചിന്തിച്ചാൽ ഇതെപ്പോ ഉണ്ടായി എന്നറിയില്ല, ഇനി എപ്പോഴാ ഇല്ലാതെയാവുന്നു എന്നറിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ കാണപ്പെടുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഗീതയിൽ അർജുനോട് ചോദിക്കുന്നുണ്ട്, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രകാ പരിദേവനാന്ന്. എവിടെ നിന്നത് വന്നു നിനക്കറിയില്ല, എങ്ങോട്ട് പോകുന്നു നിനക്കറിയില്ല, ഈ നടുവിൽ മാത്രമേ നീ കാണുന്നുള്ളൂ എന്നാണ്. അപ്പൊ ഇത് ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്നലെ എന്തായിരുന്നു? ഇതൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നത് ഭഗവാനായിരുന്നു. ഇതൊക്കെ എങ്ങോട്ടൊക്കെ അല്ലാതെയാവുന്നത്? ഭഗവാനിലേക്കാണ്. അപ്പൊ ഇന്നലെ ഉള്ളതും നാളെ ഉണ്ടാവുന്നതും മാത്രമേ ഇന്ന് ഉണ്ടാവുള്ളൂ. സാമാന്യ യുക്തിയാണ്. ആ അറിവിനെ, ജ്ഞാനം, ആ അറിവിനെ ഉപാസിക്കുക. ആ അറിവിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി വിവേക, വിചാരം വഴി വിവേകത്തെ ആർജിക്കുക. ആ വിവേകം ഉണ്ടാവാൻ വേണ്ടി നിഗമ, നിഗമത്തെ, വേദങ്ങളെ ആശ്രയിക്കുക, ആചാര്യവാക്യങ്ങളെ ആശ്രയിക്കുക. അപ്പൊ ആ ആചാര്യവാക്യങ്ങൾ വിചാരത്തെ എങ്ങനെ ചെയ്യണം നമ്മളെ ബോധിപ്പിക്കും. ശരിയായ വിചാരം ചെയ്യല്, അത് ശരിയായ വിചാരത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ നയിക്കും. അപ്പൊ ജ്ഞാനം വിവേക നിഗമസ്തപശ്ച, പരമമായ ജ്ഞാനത്തെ അനുഭവിക്കാൻ ആദ്യം എന്തു വേണം? വിവേകം വേണം. വിവേകം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? സൽഗ്രന്ഥങ്ങളെ, ശാസ്ത്രങ്ങളെ, വേദങ്ങളെ ആശ്രയിക്കണം. ഋഷീശ്വരന്മാരുടെ വാക്കുകളെ ആശ്രയിക്കുക. അവരുടെ വാക്കുകളാകുന്ന പദത്തിലൂടെ സഞ്ചരിക്കുക, പാതയിലൂടെ സഞ്ചരിക്കുക. അപ്പോഴോ എങ്ങനെ സഞ്ചരിക്കണം? തപശ്ച, തപസ് വേണം. മനസ്സശ്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത തപസ്സെന്ന് വെച്ചാൽ. അപ്പം ഈ ആചാര്യവാക്യങ്ങളെ, നിഗമങ്ങളെ, വേദങ്ങളെ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു തന്നെയാ, തപസ്സിന്റെ വേറൊരു ഭാവം പറയാം. ഗുരു വേദാന്തവാക്യേഷോ സത്യബുദ്ധി അവധാരണ ശ്രദ്ധ എന്ന് പറയും. ഗുരുവിലും വേദാന്തവാക്യത്തിലുള്ള സത്യം ആണെന്നുള്ള ഉറച്ച ബോധ്യത്തിനാണ് ശ്രദ്ധ എന്ന് പറയുക. അപ്പൊ ഗുരുവിലേക്ക്, വേദാന്തവാക്യത്തിലേക്ക് മനസ്സ് ഉറച്ചാൽ അത് ഏകാഗ്രമായി അവിടെ, അപ്പൊ അത് തപസ്സാവുന്നു. അങ്ങനെ ഗുരു വേദാന്തവാക്യങ്ങളിലുള്ള ശ്രദ്ധയാകുന്ന തപസ്സിലൂടെ വിവേകത്തെ ആർജിക്കുക. പ്രത്യക്ഷം ഐതിഹ്യം അധാനുമാനം, വിചാരം ചെയ്യാൻ പ്രത്യക്ഷത്തെ നേരത്തെ പറഞ്ഞതുപോലെ വിചാരം ചെയ്ത് ഈ സത്യത്തെ, അല്ലെങ്കിൽ സത്യസ്വരൂപനായ ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നർത്ഥം. യഥാഹിരണ്യം സുഹൃതം പുരസ്താദം പശ്ചാച്ച സർവസ്യ ഹിരൺമയസ്യ തദേവ മധ്യേ വ്യവഹാര്യമാണം നാനാപദേശേരഹമസ്യ തദ്വൽ. അപ്പൊ ഇത് ആദ്യന്തയോരസ്യ യദേവ കേവലം കാലശ്ച ഹേതുശ്ച തദേവ മധ്യേ നേരത്തെ പറഞ്ഞു. ഇതിന്റെ ആദ്യം അറിയില്ല, അവസാനം അറിയില്ല. ഇതിപ്പം ഈ പ്രപഞ്ചം മധ്യത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. ഇതിന്റെ ആദ്യം എന്താണ്? ഏകവും രണ്ടില്ലാത്തതുമായ ഈശ്വരനാണ്. അതിന്റെ മുകളിൽ നാമരൂപങ്ങൾ കൽപ്പിക്കപ്പെടലാണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ. ശങ്കരാചാര്യ സ്വാമികൾ പറയും, നാമരൂപ അഭിവ്യക്തി സൃഷ്ടി. നാമരൂപങ്ങളുടെ അഭിവ്യക്തമാവലാണ്, പ്രകടമാവലാണ് സൃഷ്ടി എന്ന് വെച്ചാൽ. അതങ്ങ് നാമരൂപങ്ങൾ ലയിക്കുമ്പം അത് സംഹാരമായി എന്നർത്ഥം. ഏതുപോലെ യഥാ ഹിരണ്യം സുഹൃതം പുരസ്താത്, പ്രസിദ്ധമായ ഉദാഹരണം പറയാണ്. എങ്ങനെയാണോ സ്വർണം, നമുക്ക് ഉപനിഷത്തൊക്കെ നോക്കിയാൽ കാണാം. ഛാന്തോക്യ ഉപനിഷത്തിലെ തത്വമസി ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗത്ത് അവിടെ ആരുണി ശ്വേതകേതുവിനായിട്ട് ദൃഷ്ടാന്തങ്ങൾ വെച്ച് പറഞ്ഞ് സമർത്ഥിക്കും 7ഓളം പ്രാവശ്യം. അതിലവിടെ അദ്ദേഹം ഉദാഹരിക്കുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. വാചാരംഭണോ വികാരോ നാമധേയം ലോഹമിത്യേവ സത്യം, വാചാരംഭണോ വികാരോ നാമധേയോ മൃത്തികേത്യേവ സത്യം. അതൊക്കെ തന്നെയാണ് ഇവിടെയും വീണ്ടും വീണ്ടും പ്രയോഗിക്കുന്നത് കാണാം. കാരണം വേദാന്ത പ്രകാശനം എന്നുള്ളതാണ് പുരാണങ്ങളുടെ താല്പര്യം, പുരാണങ്ങളുടെ ലക്ഷ്യം അതാണ്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മേതെന്നാണ്. ഇതിഹാസ പുരാണങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയത് വൈദിക താല്പര്യത്തെ, അതിൽ തന്നെ ജ്ഞാനകാന്ഡമായ വേദാന്ത താല്പര്യത്തെ, വേദാന്തത്തിന്റെ താല്പര്യത്തെ ലോകത്തിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാ, സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് അത് ആവർത്തിച്ച് പിന്നെയും പറയുന്നത് കാണാം. അപ്പം യഥാ ഹിരണ്യം, എങ്ങനെയാണോ സ്വർണം, സ്വർണാഭരണങ്ങൾ
ആഭരണങ്ങളുടെ തലത്തിൽ വ്യത്യസ്തമാണ്. എന്നാൽ ആ വ്യത്യസ്തത പേരുകളുടെയും രൂപങ്ങളുടെയും തലത്തിൽ മാത്രം, ആഭരണങ്ങളുടെ തലത്തിൽ മാത്രമാണ്. സത്യം എന്താണ്? ലോഹമിത്യേവ സത്യം. ലോഹം എന്നുള്ളത് മാത്രമാണ് സത്യം. സ്വർണത്തിൽ, ആഭരണങ്ങളിൽ സ്വർണം എന്നതാണ് സത്യം. ഈ പേരും രൂപമൊക്കെ നാളെ ഇല്ലാതെയാവും, ഇന്നലെ ഇല്ലായിരുന്നു. ഇതേപോലെ മൺപാത്രങ്ങളിലുള്ള ആ മണ്ണിന്റെ പലതരത്തിലുള്ള പാത്രങ്ങൾ, ആ രൂപങ്ങൾ, ആ പേരുകളൊക്കെ നാമരൂപതലത്തിൽ മാത്രമാണ് അവിടെയും വൈവിധ്യമുള്ളത്. സത്യം മൃത്തികേവ്യ സത്യം, മണ്ണ് മാത്രമാണ് സത്യം. അതെ, ആ രീതിയിൽ പശ്ചാച്ച സർവസ്യ ഹിരൺമയസ്യ, ഇതുപോലെ ഈ നാമരൂപാത്മകമായി തിരിഞ്ഞു നിന്ന് പ്രകാശിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്യം ഏകമായ തത്വമാണെന്നറിയൂ. നയൽ പുരസ്താത് ഉദയന്നപശ്ചാൽ മധ്യേച തന്ന വ്യപദേശമാത്രം ഭൂതം പ്രസിദ്ധം ച പരേണ യൽ തദേവ തൽസ്യാൽ ഇതിമേ മനീഷ എന്നാണ്. എന്റെ ബുദ്ധി ഇതാണ്, ഭഗവാൻ അവിടെ പറയാ. ഞാൻ കരുതുന്നത് ഇതാണ്. എന്ത്? ഇന്നലെ ഇവിടെ ഉള്ളതും നാളെ ഇവിടെ ഉണ്ടാവുന്നതും മാത്രമേ ഇന്നുണ്ടാവുള്ളൂ. ഇല്ലാത്തത് സദൈവ സൗമ്യ ഇതമഗ്ര ആസീൽ ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഉപനിഷത്ത് പറയും സത്ത് മാത്രമാണ് അല്ലയോ സൗമ്യ ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി ഏകവും രണ്ടില്ലാത്തതുമായ ആ സത്ത് മാത്രമാണ് നാളെ ഉണ്ടാവുള്ളൂ, ഇന്നും അത് തന്നെ ഉള്ളൂ എന്നുള്ളത് അറിയൂ എന്നർത്ഥം. ഇവിടെ രണ്ടിനെ ഉണ്ടാക്കുന്നത് അവിദ്യമാനഃ അഭി അവഭാസതേയ വൈകാരിക രാജസസർഗ ഏഷ. ഉള്ളിലുള്ള രജോ ഗുണമാണ് ഇവിടെ രണ്ടിനെ ഉണ്ടാക്കുന്നത് എന്നാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഉള്ളിലെ 3 ഗുണങ്ങളുണ്ട്. അല്ലെങ്കിൽ അജ്ഞാനത്തിൽ 3 ഗുണങ്ങളോട് കൂടിയതാണ് അജ്ഞാനം, മായ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. മായയ്ക്ക് 2 ശക്തിയുള്ളതായി പ്രസിദ്ധമാണ്: വിക്ഷേപം, ആവരണം. അതിൽ ഈ 3 ഗുണങ്ങളിൽ തമോ ഗുണം ആവരണത്തെ ചെയ്യുന്നു, രജോ ഗുണം വിക്ഷേപത്തെ ചെയ്യുന്നു. ആ നിലയ്ക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് രജോ ഗുണം. അതുകൊണ്ടാണ് രജോ ഗുണത്തിന്റെ ഈശ്വരൻ അബ്രഹ്മാവേ. രജോ ഗുണത്തിൽ പരമമായ ചൈതന്യം രജോ ഗുണത്തിലൂടെ പ്രകാശിച്ചപ്പോഴാണ് ബ്രഹ്മാവായിട്ട് പ്രകാശിക്കുന്നത് എന്നാണ്. ഇവിടെയും പറഞ്ഞത് എന്താ? അവിദ്യമാനോപി അവഭാസതേയ. ഈ അവിദ്യമാനം, ഏതാ വിദ്യമാനം? ഈ പ്രപഞ്ചം, അത് അവിദ്യമാനം. അത് അവഭാസതയെ പ്രകാശിക്കുന്നു. എന്തിനെ ആശ്രയിച്ചിട്ട്? വൈകാരികോ രാജസസർഗയേഷ. ഇത് രാജസസർഗമാണ്. രാജസത്തിൽ നിന്ന്, രജസ്സിൽ നിന്നുണ്ടായതാണ്. രജസ് എപ്പോഴും വിക്ഷേപിക്കും. വിക്ഷേപണം രജസ് വഴിയാണ് ഉണ്ടാവുന്നത്. തമോ ഗുണം മറയ്ക്കും. സത്യം ഈശ്വരനാണ്, ഏകമായ തത്വമാണ്. അതിനെ ഈ അജ്ഞാനത്തിന്റെ മനസ്സിലുള്ള തമോ ഗുണം അതങ്ങ് മറയ്ക്കുന്നു. സത്യം മറയുമ്പോഴോ രജോ ഗുണം സങ്കല്പത്തിന് അനുസൃതമായി അസത്തിനെ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ രാജസസർഗ ഏഷ. അപ്പൊ ഈ പ്രപഞ്ചഭ്രമം രജോ ഗുണത്താൽ ഉണ്ടായതാണെന്നറിയൂ, രജോ ഗുണം സൃഷ്ടിക്കുന്നതാണെന്നറിയൂ. അറിഞ്ഞിട്ട് ചിത്വ ആത്മസന്ദേഹം ഉപാരമേത സ്വാനന്ദതുഷ്ടോഖില കാമുകേഭ്യ. അഖില കാമുകന്മാരിൽ നിന്നും വിരമിക്കൂ എന്നാണ്. ഈ കാമുകൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ലൗകികാർത്ഥത്തെ ചിന്തിക്കേണ്ട. ഇവിടെ അഖില കാമുകന്മാരെന്ന് ഉദ്ദേശിച്ചത് ഇന്ദ്രിയങ്ങളെയാണ്. ഈ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ഈ പ്രപഞ്ചവുമായി ഇങ്ങനെ അടുപ്പിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉപരമിപ്പിക്കൂ. ഈ പ്രപഞ്ചത്തിൽ നിന്നും അതിനെയൊക്കെ വേർപെടുത്തൂ. എങ്ങനെ ഇന്ദ്രിയങ്ങളൊക്കെ പ്രപഞ്ചത്തിൽ നിന്നും വേർപെടുക? ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ ഈ കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയ സമൂഹം മാത്രമല്ല, അതിനെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിവേചന ശക്തിയൊന്നുമില്ല. കണ്ണിന് മുന്നിൽ എന്ത് കണ്ടാലും കണ്ണത് കാണും. ഈ കണ്ണ് കണ്ട തന്നെ ആയിക്കോളെന്നല്ലേ അനുഭവം. ഈ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ മാത്രമല്ല അനുഭവം ഉണ്ടാവുന്നതേ. ഒരു സ്ത്രീയെ ആലിംഗനം ചെയ്യാന്നുള്ളതാണ്. മുന്നിലുള്ളത് ഒരു സ്ത്രീ, കണ്ണോണ്ട് കണ്ടപ്പം ഒരു സ്ത്രീ. ആലിംഗനം ചെയ്യുമ്പോഴോ അമ്മയാകുമ്പം ഒരനുഭവമാണ്, ഭാര്യയാകുമ്പോൾ വേറൊരു അനുഭവമാണ്, മകളാകുമ്പോൾ വേറൊരു അനുഭവമാണ്. അത് എവിടുന്ന് വന്നു? ആലോചിച്ച് നോക്കൂ. അപ്പം ഈ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവത്തെ ഉണ്ടാക്കാനുള്ള കഴിവില്ല. ആ വസ്തുവിനെ, വസ്തു സംബന്ധമായ ആ സ്ഥിതി വിവര കണക്ക് എന്നൊക്കെ പറയുന്ന പോലെ അത് സംബന്ധമായ ചിത്രം മനസ്സിലേക്ക് അങ്ങ് കൊടുക്കും. മനസ്സ് സങ്കല്പത്തിനനുസരിച്ച് അനുഭവിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ മനസ്സിന്റെ വൃത്തി, സങ്കല്പാനുസൃതമായ വൃത്തി ഇന്ദ്രിയങ്ങളിലൂടെ വിഷയത്തെ പ്രാപിക്കും. അപ്പം വിഷയാനുഭവം ഉണ്ടാവും. ഇന്ദ്രിയം മാത്രം വിഷയത്തെ പ്രാപിച്ചിട്ട് കാര്യമില്ല. കണ്ണോണ്ട് കണ്ടതൊക്കെ നമ്മൾ അറിയുന്നില്ല, ചെവിയോണ്ട് കേൾക്കുന്ന ശബ്ദമൊന്നും എല്ലാം നമ്മൾ കേൾക്കുന്നൊന്നുമില്ല. മനസ്സും കൂടി പോണെന്നർത്ഥം. അപ്പൊ മനസ്സാണ് ഈ ഇന്ദ്രിയങ്ങൾ വഴി വിഷയങ്ങൾ അനുഭവിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ ഉപരമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശം എന്താ അവിടെ ലക്ഷ്യാക്കുന്നത്? കണ്ണിങ്ങനെ ചിമ്മ, ചെവി ഇങ്ങനെ പഞ്ഞി വെച്ച് മൂടുക എന്നുള്ളതല്ല. അതുകൊണ്ട് കാര്യവുമില്ല. കർമ്മേന്ദ്രിയാണി സംയമ്യ ഈ ആസ്തേ മനസ്സ. ഗീതയിൽ ഭഗവാൻ പറയും ഈ കർമ്മേന്ദ്രിയങ്ങളൊക്കെ പണിപ്പെട്ട്
ഇന്ദ്രിയങ്ങളൊക്കെ പിന്തിരിപ്പിക്കുക. കണ്ണ് ചിമ്മുക, ചെവി അടയ്ക്കുക, ഞാനത് കാണില്ല, ഞാനത് കേൾക്കില്ല, അത് മോശമാണ്, അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ പണിപ്പെട്ട ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിച്ച് ആ വിഷയത്തെ പറ്റിയുള്ള ചിന്തയായിരിക്കും. നല്ലൊരു നല്ല സുന്ദരമായൊരു സാധനം അവിടെ ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനം, പക്ഷെ അത് കണ്ടാൽ അതുമായിട്ട് ഭ്രമം ഉണ്ടായാലോ, ഞാനത് കാണില്ല, കണ്ണും ചിമ്മിരിക്കുക. പക്ഷെ ഞാൻ കാണില്ല എന്ന് പറഞ്ഞ് കണ്ണും ചിമ്മിരിക്കുമ്പോഴും അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മ എനിക്കുള്ളത്, അതിനെ പറ്റിയുള്ള സങ്കല്പമുള്ളത്, പിന്നെ കാണില്ലേ നല്ലത്? ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്ത് വേണം? ആ വിഷയത്തിൽ നിന്ന് വേർപെടണമെങ്കിൽ എന്ത് വേണം? അതിലേക്കുള്ള മനസ്സിന്റെ അനുകൂലമായ വൃത്തിയാണ് അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തയാവുന്നത്. ആ വൃത്തി ഇല്ലാതെയാവണം. മനസ്സങ്ങ് ഉപരമിക്കപ്പെടണം എന്നർത്ഥം. മനസ്സങ്ങ് പോന്നാലോ കണ്ണുപോയിക്കോട്ടെ, കാണില്ല. അപ്പൊ മനസ്സ് ഉപരമിക്കണമെങ്കിലോ ആ വസ്തു എന്താണെന്ന് അറിയണം. വസ്തുവിന്റെ നിജസ്ഥിതി അറിഞ്ഞാൽ അത് അസത്യമാണ്, അയഥാർത്ഥ്യമാണെന്ന് അറിഞ്ഞാൽ മനസ്സങ്ങ് പോന്നോളും. അപ്പം തത്വജ്ഞാനം വഴി അല്ലെങ്കിൽ ജ്ഞാനത്തെ ഉപാസിക്കുക വഴി, നേരത്തെ പറഞ്ഞതുപോലെ നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാവണമെങ്കിൽ വിചാരം വഴി, ഇവിടെ നിത്യം ഏത് അനിത്യം ഏത് എന്നുള്ള വിചാരം വഴി ഈ പ്രപഞ്ചത്തിന്റെ അനിത്യത ബോധ്യായാൽ, ഇത് ക്ഷണികമാണ് നശ്വരമാണെന്ന് ബോധ്യായാൽ, ആ ബോധ്യായ ആളെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ എത്ര കണ്ട് മനോഹരമായ കാഴ്ചയായിക്കോട്ടെ, എത്ര കണ്ട് മനോഹരമായ ശബ്ദമായിക്കോട്ടെ, എത്ര കണ്ട് ശ്രേഷ്ഠമാണെന്ന് ലോകം പ്രകീർത്തിക്കുന്ന ലൗകിക വസ്തു ആയിക്കോട്ടെ, ലോകത്തിന്റെ അനിത്യത, ക്ഷണികത വിചാരം ചെയ്ത് ബോധ്യമായ ഒരാളെ അതൊന്നും ബാധിക്കില്ല. അപ്പൊ കണ്ണും മൂക്കും നാക്കും ഒക്കെ അങ്ങ് പോകുന്നു എന്നർത്ഥം. അങ്ങനെ വേണം ഉപരമിക്കപ്പെടല് എന്നർത്ഥം. അതിനെന്ത് വേണം? ഏവം സ്ഫുടം ബ്രഹ്മവിവേകഹേതുഭി പരാപവാദേന വിശാരദേന. പരാപവാദം സംഭവിക്കണം. പരമായ എല്ലാറ്റിനെയും അപവദിക്കണം. എനിക്ക് പരമായ, എന്നിൽ നിന്നും അന്യമായി ഞാൻ കാണപ്പെടുന്ന വസ്തുവിനൊക്കെ അബോധിച്ച് കളയുക എന്ന് വെച്ചാൽ ഇതൊന്നും, അതിൻ്റെയൊക്കെ സത്യത്തെ നിഷേധിച്ചിട്ട് ഇതൊന്നും സത്യമല്ല. ഉപനിഷത്ത് ഈ സത്യത്തെ, ബ്രഹ്മത്തെ പറയാൻ രണ്ടു വഴിയാ സ്വീകരിക്കുക. അതൊരു പ്രസിദ്ധമായൊരു മാർഗമാണ്. തടസ്ഥലക്ഷണ എന്ന് പറയും. തടസ്ഥലക്ഷണ, സ്വരൂപലക്ഷണ. സ്വരൂപലക്ഷണ നേരിട്ടങ്ങ് പറയുക ചെയ്യാം. സത്യം ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ, ഇതൊക്കെ സ്വരൂപലക്ഷണയെന്ന് പറയാം. തടസ്ഥലക്ഷണ എന്താ? തടത്തിൽ നിന്നോണ്ട് ഇതിനെ കാണിക്കുന്നത് പോലെ, അതാണ് തടസ്ഥം എന്ന് പറയുന്നത്. പ്രസിദ്ധമായ ഉദാഹരണം, അമ്പിളി അമ്മാവനെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ അമ്മ പറയും മാവിന്റെ കൊമ്പത്തേക്ക് നോക്കുന്നു. മാവിന്റെ കൊമ്പത്ത് അമ്പിളിയമ്മാവുണ്ടോ? ഇല്ല. പിന്നെയോ മാവിന്റെ കൊമ്പത്തേക്ക് കുട്ടി നോക്കിയാൽ കൊമ്പിന്റെ ഇടയിലൂടെ അപ്പുറത്തുള്ള അമ്പിളിയമ്മാവനെ കാണും. അത്രയേ ഉണ്ട്. അതേപോലെ ഈ പ്രപഞ്ചത്തെ വെച്ച്, പ്രപഞ്ചം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം, നമ്മൾ അനുഭവിക്കുന്ന പ്രപഞ്ചത്തിന് ജന്മാദ്യസ്യ യഥ അസ്യ ജന്മാദി യഥ, ഇതിന്റെ കാരണം എന്ത്? ഇതിനെ വെച്ച് ഇതിന്റെ പിന്നിലേക്ക് നമ്മളെ ശ്രദ്ധ നയിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ അപവദിച്ച് കളയുക. നേതി ഇതല്ല എന്ന് വിചാരം ചെയ്ത് ഈ പ്രപഞ്ചത്തിൽ നിന്നും മനസ്സിനെ വേർപെടുത്തുക. വിശാരദേന. അങ്ങനെ ആ പ്രപഞ്ച യുക്തി വിചാരം, കാര്യകാരണ വിചാരം പ്രപഞ്ചത്തെ സംബന്ധിച്ച്. പിന്നെ എന്താ വേണ്ടത്? വിശാരദന്മാരെ ആശ്രയിക്കുക. ഇങ്ങനെ വിചാരം വഴി വിവേകത്തെ ആർജിച്ച് അടുത്തതെന്താ? ഗുരൂപസദനമാണ്. ഉത്തമന്മാരായ ഗുരുക്കന്മാരെ പ്രാപിക്കലാണ്. അപ്പൊ എങ്ങനെയാ ഗുരുവിനെ അറിയുക? ഗുരുവിനെ അറിയണ്ട. ഈ ശിഷ്യനായാൽ തീർത്തും വിവേകം പ്രകാശിച്ചാൽ ഗുരുവായിട്ട് സംയോഗം ഉണ്ടായിക്കോളും. ഇപ്പൊ വിശാരദന്മാരുമായിട്ടുള്ള സംയോഗം ഉണ്ടായിക്കോളും എന്നർത്ഥം. അങ്ങനെ ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറയും ഉപനിഷത്ത്. ഗുരുവിന്റെ സഹായം ഇല്ലാതെ ഈ തത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്നാണ്. അവൻ ഉത്തമന്മാരായ ആചാര്യന്മാരെ പ്രാപിക്കുക. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. അപ്പൊ അവര് തത്വദർശികളായ ആ ഋഷീശ്വരന്മാർ ഇങ്ങനെ പരിപക്വതയോടുകൂടി തന്റെ അരികിൽ വന്ന, സമ്പൂർണ്ണ ശിഷ്യലക്ഷണത്തോടുകൂടി തന്റെ അരികിൽ വന്ന ശിഷ്യനെ പരീക്ഷിച്ചറിഞ്ഞ് ശിഷ്യനായി ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നു. ആ ആത്മജ്ഞാന ഉപദേശം അനുഭൂതി വാക്യമായി തന്നിലേക്ക്, അല്ലെ അനുഭൂതി വാക്യമായി കൊണ്ടത് ശ്രവിക്കുമ്പം അനുഭവത്തിൽ നിന്ന് വരുന്ന ആ ആത്മജ്ഞാന ഉപദേശം ശിഷ്യനെ ആ അനുഭവതലത്തിലേക്ക് ഉയർത്തുന്നു എന്നർത്ഥം. അപ്പൊ അതിനുവേണ്ടി ആദ്യം എന്താ വേണ്ടത്? ആദ്യം വിചാരതലത്തിൽ ഇതിന്റെയൊക്കെ സത്യത്തെ വിചാരത്തിന് വിധേയമാക്കി വിവേകത്തെ ആർജിക്കുക എന്നർത്ഥം. ഈ പ്രപഞ്ചത്തെ വിചാരം ചെയ്യുക എന്നർത്ഥം. അപ്പൊ മനസ്സിലാവും ഏഷ സ്വയം ജ്യോതി രജോപ്രമേയ മഹാനുഭൂതി സകലാനുഭൂതി ഏകോ ദ്വിതീയോ വചസാം വിരാമേ ഏനേഷിത വാഗസവശ്ചരന്തി. അപ്പൊ അവിടെ ഏഷ സ്വയം ജ്യോതി, സ്വയം ജ്യോതിയായി സ്വയം അനുഭവമായി ഞാൻ എന്ന് നിരന്തരം പ്രകാശിച്ചുകൊണ്ട് അപ്രമേയ, അപ്രമേയനായി മഹാനുഭൂതി സകലാനുഭൂതി, ഈ സകല വസ്തുക്കളുടെയും ഉള്ളിൽ പ്രജ്ഞാനം ബ്രഹ്മ ജ്ഞാനമായി ബോധമായി പ്രകാശിക്കുന്ന ഏകഹ അദ്വിതീയ
ഏകവും രണ്ടില്ലാത്തതുമായി പ്രകാശിക്കുന്ന വചസാം വിരാമേ, വാക്കുകളൊക്കെ ഏതൊരു തത്വത്തെ പ്രാപിച്ച് വിരമിക്കുന്നോ, യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, വാക്കിന് മനസ്സിന് ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏനേഷിത വാഗസവശ്ചരന്തി, ഏതൊന്നിനാൽ ഈഷിതമായി വാഗസവ ചരന്തി, ഈ വാക്ക് മനസ്സൊക്കെ കേനേഷിതം പതതി പ്രേഷിതം മന കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത. കേനോപനിഷത്ത് തുടങ്ങുന്നത് അങ്ങനെയാ. അതന്നെ അവിടെയും പറഞ്ഞത്. എന്തിനാൽ ഈഷിതമായി, എന്തിനാൽ പ്രചോദിതമായി വാക്ക് പ്രകാശിക്കുന്നോ. വചസാം വിരാമേ, വാക്കുകൾ അതിനെ പ്രാപിക്കാൻ കഴിയാതെ അവിടെ എത്തി വിരമിക്കുന്നു. എന്നാൽ വാക്കിന് അതിനെ പ്രകാശിക്കാൻ കഴിയുന്നില്ല എങ്കിലും വാക്കിലൂടെ പ്രകാശിക്കുന്നത് അതാണെന്നാണ്. യത് വാച അനഭ്യുദിതം ഏനവാഗ് അഭ്യുദ്യതേ തദേവ ബ്രഹ്മ ത്വം വിദ്ധി ന ഇദം യദിദമുപാസതേ. കേനോപനിഷത്ത് പറയും. അങ്ങനെ വാക്കിന്റെ വാക്കായി, നാക്കിന്റെ നാക്കായി, ചെവിയുടെ ചെവിയായി, ഈ ശരീരത്തിലൂടെ അനേക കോടി ശരീരങ്ങളിലൂടെ അതിന്റെ ഉണ്മയായി, ഈ ശരീരം എന്നല്ല, എന്തൊക്കെ കാണുന്നോ കേൾക്കുന്നോ അറിയുന്നോ അതിന്റെ ഒക്കെ ഉണ്മയായി, ഉണ്ട് എന്ന് പറയുവാൻ ആസ്പദമായ സത്വസ്തുവായി പ്രകാശിക്കുന്നത് ഏകവും രണ്ടില്ലാത്തതുമായ ബോധചൈതന്യമാണെന്നറിയൂ. അതാണ് അറിവ്, അതാണ് പരമമായ ജ്ഞാനം. കസ്മിന്നുഹ ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം. എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് ഭവിക്കും, അതിതാണ്. കാരണം വിഷയജ്ഞാനം മുഴുവൻ വിഷയിയാൽ ആപേക്ഷികമാണ്, വിഷയിലാണ് നിലകൊള്ളുന്നത്. ജ്ഞാനം നമ്മുടെ ഉള്ളിലാണ്. എല്ലാ അറിവും ആ ഉള്ളിലേക്ക് അന്വേഷിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ ആ ഉള്ളിനെ വ്യക്തമായിട്ട് അറിഞ്ഞാൽ, എന്നെ വ്യക്തമായിട്ട് അറിഞ്ഞാൽ, ആ ആത്മജ്ഞാനം ആത്മാപേക്ഷികമായ ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള അറിവിനെയും നൽകുന്നു. നമ്മളെ അപേക്ഷിച്ചിട്ടല്ലേ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ബോധതലത്തിലല്ലേ പ്രപഞ്ചം പ്രകാശിക്കുന്നത്. അപ്പം എന്നെ അറിഞ്ഞാൽ എന്നെ അപേക്ഷിച്ച് നിലനിൽക്കുന്ന പ്രപഞ്ചവും ഞാൻ അറിയുന്നു എന്നർത്ഥം. അങ്ങനെ ആ പരമമായ ജ്ഞാനതലത്തിലേക്ക് അവിടെ ഉയരാൻ സാധിക്കും എന്നിങ്ങനെ 28-ാമത്തെ അധ്യായത്തിൽ ആ ജ്ഞാനയോഗത്തെ ഭഗവാൻ ഉദ്ധവന് ഉപദേശിച്ചു കൊടുത്തു. ഇനി ആ ഉപദേശങ്ങളൊക്കെ ഉപസംഹരിച്ച് ഉദ്ധവനെ പറഞ്ഞയക്കുന്ന ഭാഗമൊക്കെയാണ്. അതൊക്കെ ഇനി അടുത്ത പ്രഭാഷണ സമയങ്ങളിൽ നമുക്ക് കേൾക്കാം എന്ന് കരുതുന്നു. ഇവിടെ ഇപ്പം ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ മംഗളശ്ലോകങ്ങളോടുകൂടി സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.